യേശുവ എന്ന രക്ഷാകര നാമത്തിൽ എല്ലാ സഹോദരങ്ങൾക്കും അഭിവാദനങ്ങൾ. മിശ്രവിവാഹം എന്ന ഭീകരത. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് മിശ്രവിവാഹം എന്ന ഭീകരതയെക്കുറിച്ചാണ്. അജ്ഞത ആത്മീയ തീഷ്ണതയായി വളർന്നാൽ അത് വലിയ അപകടമാണ്. അതുപോലെ തന്നെ മതതീഷ്ണത മൂലം തിന്മകളെ ന്യായീകരിക്കുന്നതും അപകടം തന്നെ. പല ക്രൈസ്തവരുടെയും ആത്മീയ തീഷ്ണത അജ്ഞതയിൽ നിന്ന് രൂപപ്പെട്ടതാണ്. സത്യം അന്വേഷിക്കാൻ പോലും തയ്യാറാകാത്ത വിധം അജ്ഞതയുടെ തടവറയിൽ ബന്ധിക്കപ്പെട്ടവരും ഇക്കൂട്ടത്തിലുണ്ട്. പാരമ്പര്യത്തിൻ്റെ പേരിലാണ് പലരും സത്യാന്വേഷണത്തെ ഭയപ്പെടുന്നത്. വിവിധ ഘട്ടങ്ങളിലായി സഭകളിൽ കടന്നുകൂടിയ അപകടകരമായ ആശയങ്ങളെപ്പോലും പാരമ്പര്യത്തിൻ്റെ പേരിൽ ഇവർ നെഞ്ചോട് ചേർക്കുന്നു. ദൈവിക നിയമങ്ങളെക്കാൾ പ്രാധാന്യത്തോടെ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചവരെല്ലാം ഇപ്പോൾ നിലനിൽപ്പിനായി പരക്കം പായുകയാണ്. വിശ്വാസത്യാഗം മൂലം ക്രൈസ്തവ സഭകൾ ശൂന്യമാക്കപ്പെടുന്നുവെങ്കിൽ അത് ക്രിസ്തുവിൻ്റെയോ ക്രിസ്തീയതയുടെയോ പോരായ്മയായി ആരും കാണരുത്. എന്തെന്നാൽ വഴിപിഴച്ച മതബോധനത്തിലൂടെ നവീകരിക്കപ്പെട്ടപ്പോൾ സഭകൾ ഇന്ന് ക്രിസ്തീയമല്ലാതായി. തിരഞ്ഞെടുക്കപ്പെട്ട വിശ്വാസികളെപ്പോലും വിജാതീയതയിലേക്ക് തള്ളിവിടുന്ന റിക്രൂട്ടിംഗ് ഏജൻറ്റുമാരാണ് ഇന്ന് സഭകളുടെ ഔദ്യോഗിക വക്താക്കളായി വിഹരിക്കുന്നത്. ഇവിടെ ഒരു പുനർവിചിന്തനം അനിവാര്യമാകുന്നു. മിശ്രവിവാഹം എന്ന ഭീകരത ചർച്ചാ വിഷയമായി പരിഗണിക്കുന്നതിൻ്റെ പ്രസക്തിയും ഇവിടെയാണ്. ന്യായീകരണമല്ല, ആത്മവിമർശനമാണ് നമ്മിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത്. ക്രൈസ്തവരുടെ ഇടയിൽ സാമുദായിക വികാരം കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണിത്. ഈ വികാരത്തെ ആളിക്കത്തിക്കാൻ എണ്ണയുമായി സംഘപരിവാരങ്ങളും രംഗത്തുണ്ട്. ഇവർ പകരുന്ന എണ്ണ ലവ് ജിഹാദ് എന്ന വിഷയമാണ്. ക്രൈസ്തവ യുവതികളെ മുസ്ലിം യുവാക്കൾ ലവ് ജിഹാദിൻ്റെ ഇരകളാക്കുന്നു എന്നാണ് സംഘപരിവാർ പറയുന്നത്. പ്രണയം നടിച്ച് ക്രൈസ്തവ യുവതികളെ മതം മാറ്റുന്ന ജിഹാദി സംഘങ്ങൾ കേരളത്തിലെ മാത്രം സാന്നിധ്യമല്ല, മറിച്ച് ആഗോളതലത്തിൽ തന്നെ ഈ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ജിഹാദിൻ്റെ വിവിധങ്ങളായ ശാഖകളിൽ ഒന്ന് മാത്രമാണ് പ്രണയ ജിഹാദ്. എന്നാൽ എരിതീയിൽ എണ്ണ പകരാൻ ഇറങ്ങിയിരിക്കുന്ന സംഘപരിവാരങ്ങളെ ക്രൈസ്തവർ സൂക്ഷിക്കണം. എന്തെന്നാൽ ഉത്സവ പറമ്പുകളിലെ പോക്കറ്റടിക്കാരൻ്റെ കൗശലമാണ് അവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് സംഘപരിവാരങ്ങൾ ക്രൈസ്തവരുടെ ഇടയിൽ തങ്ങളുടെ ജിഹാദ് നടപ്പാക്കുകയാണ്. ഇസ്ലാമിനെതിരെ സാമുദായിക വികാരം ഉണർത്താൻ ശ്രമിക്കുമ്പോൾ ക്രൈസ്തവർ ഒരു കാര്യം മറക്കരുത്. എന്തെന്നാൽ ആത്മരക്ഷയെ അധികരിക്കുന്ന സാമുദായിക വികാരം ദൈവഹിതമല്ല. സാമുദായിക വികാരം എല്ലായ്പ്പോഴും ആത്മാവിൻ്റെ രക്ഷയിൽ ഊന്നിയതായിരിക്കണം. ആത്മരക്ഷയെ മാറ്റിവെച്ചുകൊണ്ടുള്ള സാമുദായിക വികാരത്തോടൊപ്പം ക്രിസ്തുവോ അവിടുത്തെ വാഗ്ദാനങ്ങളോ ഉണ്ടായിരിക്കുകയില്ല എന്ന സത്യം നാം അറിഞ്ഞിരിക്കണം. അജ്ഞത ആത്മീയ തീഷ്ണതയായി വളർന്നാലുള്ള അപകടത്തെക്കുറിച്ചും നാം ബോധവാന്മാരായിരിക്കണം. ക്രൈസ്തവ സഭകളെ ഗ്രസിച്ചിരിക്കുന്ന അജ്ഞതയെക്കുറിച്ചും മിഥ്യാബോധത്തെക്കുറിച്ചും പറഞ്ഞപ്പോൾ മറ്റു മതങ്ങളെക്കുറിച്ച് ഒന്നും മനോവ പറഞ്ഞില്ല. വിജാതീയ മതങ്ങൾ പൂർണ്ണമായി വ്യർത്ഥതയായതുകൊണ്ടാണ് മറ്റു മതങ്ങളിലെ അജ്ഞതയെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കാത്തത്. മാത്രവുമല്ല, ആത്മവിമർശനവും പുനർവിചിന്തനവുമാണ് നാം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുരന്തത്തെ പ്രതിരോധിക്കാൻ അണിയേണ്ട പ്രധാന ആയുധം. വിജാതീയതയുടെ വ്യർത്ഥത വ്യക്തമാക്കുന്ന ഒരു വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. നിലനിൽപ്പിനായി വിജാതീയരെ ആശ്രയിക്കുകയും ആരാധനയിൽ വിജാതീയ അനുകരണങ്ങൾ നടത്തുകയും ചെയ്യുന്നവർ ഈ ഉപദേശം ശ്രദ്ധിക്കുക. യേശുവായിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു, നിങ്ങൾ ഇനിയൊരിക്കലും വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ ജീവിക്കരുത്. ഹൃദയ കാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 17-18 വാക്യങ്ങൾ. അജ്ഞതയിലും അന്ധകാരത്തിലും വ്യർത്ഥതയിലും ജീവിക്കുന്ന വിജാതീയരെ അനുകരിക്കുകയും വിജാതീയതയിൽ നന്മ കണ്ടെത്തുകയും ചെയ്യുന്ന ക്രൈസ്തവ നാമധാരികളെക്കുറിച്ച് കൂടുതലായി മനോവ ഒന്നും പറയുന്നില്ല. കാരണം മനോവയ്ക്ക് പറയാനുള്ളതെല്ലാം ഈ വചനത്തിൽ കൃത്യതയോടുകൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരെല്ലാം മറച്ചുവെക്കാൻ ശ്രമിച്ചാലും കത്തോലിക്ക സഭ ഇന്ന് നേരിടുന്ന പ്രധാന പ്രതിസന്ധികളിലൊന്ന്
വിശ്വാസികളുടെ കൊഴിഞ്ഞുപോക്കാണ്. ബൈബിൾ ഇതിനെ വിശ്വാസത്യാഗം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ കത്തോലിക്ക സഭയിലെ ന്യായീകരണ തൊഴിലാളികളായ വക്താക്കൾ ഈ യാഥാർത്ഥ്യം അംഗീകരിക്കുന്നില്ല. ജനന നിരക്ക് കുറയുന്നത് മാത്രമാണ് അംഗബലം കുറയാനുള്ള കാരണമെന്ന് ഇവർ വാദിക്കുന്നു. യൂറോപ്പിലെ സഭയിൽ പുതിയ തലമുറ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമായി നിൽക്കുമ്പോഴും വിശ്വാസത്യാഗത്തെ നാം കാണാതെ പോകരുത്. ക്രിസ്തീയത ഉപേക്ഷിച്ച് വിജാതീയ മതങ്ങളിൽ ചേക്കേറുന്നവരുടെ സംഖ്യ പ്രതിദിനം വർദ്ധിച്ചു വരുന്നതാണ് യൂറോപ്പിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഇന്നത്തെ സ്ഥിതിയും വ്യത്യസ്തമല്ല. സംസ്ഥാന ഇൻ്റലിജൻസ് വിഭാഗം ശേഖരിച്ച കണക്കുകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ക്രിസ്ത്യാനികൾ കൂട്ടത്തോടെ മതം മാറുന്നു എന്നതാണ്. 8334 പേരാണ് 7 വർഷത്തിനിടയിൽ ഇവിടെ മതം മാറിയത്. ഇതിനെ സംബന്ധിച്ച് 2018 മാർച്ച് 7 മലയാള മനോരമയുടെ ഓൺലൈൻ പത്രത്തിൽ വന്ന വാർത്ത ഇവിടെ കുറിക്കാം. ക്രിസ്തുവിനെ സ്നേഹിക്കുകയും മനുഷ്യൻ്റെ ആത്മരക്ഷ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷം പകരുന്ന വാർത്തയായിരുന്നില്ല അത്. എന്തെന്നാൽ മതം മാറുന്ന മലയാളികളിൽ അധികവും പരമ്പരാഗത ക്രൈസ്തവ കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. മനോരമ പ്രസിദ്ധീകരിച്ച വാർത്ത യാതൊരു മാറ്റവും വരുത്താതെ ഇവിടെ കുറിക്കുന്നു. തിരുവനന്തപുരം. കേരളീയർക്ക് സർവ്വമതവും പ്രിയം. ജനങ്ങൾ മാറി ചേക്കേറുന്നത് ബുദ്ധമതം മുതൽ ജൈനമതം വരെ. എന്നാൽ കഴിഞ്ഞ 7 വർഷത്തിനിടെ സംസ്ഥാനത്ത് ഏറ്റവും അധികം ആളുകൾ മാറിയത് ഹിന്ദുമതത്തിലേക്ക്, 4968 പേർ. ഏറ്റവും കുറവ് മാറ്റം ബുദ്ധമതത്തിലേക്ക്, 6 പേർ. ഇസ്ലാം മതത്തിലേക്ക് 1864 പേരും ക്രിസ്തു മതത്തിലേക്ക് 1496 പേരും മാറി. ഇക്കാലയളവിൽ ആകെ മതം മാറിയത് 8334 പേർ. ഇതിൽ 60% പേർ ഹിന്ദു മതത്തിലേക്കാണ് പരിവർത്തനം നടത്തിയത്. 2011 ജനുവരി മുതൽ 2017 ഡിസംബർ വരെ സംസ്ഥാന സർക്കാരിൻ്റെ ഗസറ്റ് മുഖേന പേര് മാറ്റിയവരുടെ വിവരം ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട്ടെ മീഡിയ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫൗണ്ടേഷൻ തയ്യാറാക്കിയതാണ് ഈ കണക്കുകൾ. ഇവ സംസ്ഥാന ഇൻ്റലിജൻസ് വിഭാഗവും ശേഖരിച്ചിട്ടുണ്ട്. പേരും മതവും മാറിയത് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കാത്തവർ ഉണ്ടോ എന്ന് വ്യക്തമല്ലെന്ന് ഇൻ്റലിജൻസ് അധികൃതർ പറഞ്ഞു. പഠനത്തിൽ തെളിഞ്ഞ മറ്റു ചില കണക്കുകൾ. ഇക്കാലയളവിൽ ക്രിസ്തുമതത്തിൽ നിന്ന് 4756 പേരും ഇസ്ലാം മതത്തിൽ നിന്ന് 212 പേരും ഹിന്ദു മതത്തിലേക്ക് മാറി. ആകെ 4968 പേർ. ഇതിൽ 2244 സ്ത്രീകളാണ്. ഹിന്ദു മതത്തിൽ നിന്ന് 1424 പേരും ഇസ്ലാം മതത്തിൽ നിന്ന് 72 പേരും ക്രിസ്തു മതത്തിലേക്ക് മാറി. ആകെ 1496 പേർ. ഇതിൽ 72 പേർ സ്ത്രീകൾ. ക്രിസ്തു മതത്തിൽ നിന്ന് 390 പേരും ഹിന്ദു മതത്തിൽ നിന്ന് 1472 പേരും ബുദ്ധമതത്തിൽ നിന്ന് ഒരാളും ജൈനമതത്തിൽ നിന്ന് ഒരാളും ഇസ്ലാം മതത്തിലേക്ക് മാറി. ആകെ 1864 പേരിൽ 1055 സ്ത്രീകൾ. ക്രിസ്തു മതത്തിൽ നിന്ന് ഒരാളും ഹിന്ദു മതത്തിൽ നിന്ന് 5 പേരും ഇക്കാലയളവിൽ ബുദ്ധമതത്തിൽ ചേർന്നു. അതിൽ 2 സ്ത്രീകൾ. പേരും മതവും മാറിയതായി ഗസറ്റിൽ പരസ്യം ചെയ്ത വ്യക്തികളുടെ മാത്രം കണക്കാണ് പത്ര റിപ്പോർട്ടായി നാം കണ്ടത്. ഗസറ്റിൽ പരസ്യപ്പെടുത്താത്തവർ ഇതിനേക്കാൾ അധികമുണ്ടായേക്കാം. കാരണം ക്രൈസ്തവരെന്ന് പറയപ്പെടുന്നവരുടെ പേരുകൾ വിജാതീയമായതുകൊണ്ട് ഹിന്ദുമതത്തിൽ ചേക്കേറുമ്പോൾ പേര് മാറ്റേണ്ടി വരാറില്ല. നാം ഇവിടെ വായിച്ച വാർത്തയെ നിസ്സാരമായി തള്ളിക്കളയരുത്. ഓരോരുത്തരും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അവകാശത്തെ നാം അംഗീകരിക്കുമ്പോഴും ക്രിസ്തുമതം ഉപേക്ഷിക്കാൻ ഒരുവനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണെന്ന് പരിശോധിക്കാൻ ക്രൈസ്തവർക്ക് ഉത്തരവാദിത്തമുണ്ട്. അപരിഷ്കൃതവും മ്ലേച്ഛതകളുടെ പൂർണ്ണതയുമായ ഒരു മതത്തിലേക്കാണ് ഇക്കൂട്ടരിലേറെയും കടന്നു പോകുന്നതെങ്കിൽ കൂടുതൽ ഗൗരവത്തോടെ പരിശോധിക്കപ്പെടണം. കേരളത്തിലെ മതം മാറ്റങ്ങളിൽ ഏറെയും നടക്കുന്നത് ഹിന്ദു മതത്തിലേക്കാണെന്ന് മനോവ പറയുമ്പോൾ ആരും അത് വിശ്വസിക്കുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ കണക്കുകൾ തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്ന ചില സത്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം ആത്മവിമർശനാർത്ഥമുള്ള വിചിന്തനത്തിലേക്ക് കടക്കാം. 2017 വരെയുള്ള 7 വർഷത്തെ കണക്ക് മാത്രമാണ് നാം ഇവിടെ കണ്ടത്.
ഇസ്ലാം മതത്തിൽ നിന്ന് 72 പേർ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടപ്പോൾ 390 ക്രിസ്ത്യാനികൾ ഇസ്ലാം മതത്തിലേക്ക് പോയി. ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കിയിരിക്കണം. എന്തെന്നാൽ 72 മുസ്ലിങ്ങൾ ക്രിസ്തുമതം സ്വീകരിച്ചുവെങ്കിൽ അതിൽ ബഹുഭൂരിപക്ഷവും പ്രൊട്ടസ്റ്റന്റ് സഭകളിലേക്കാണ് കടന്നു വന്നത്. എന്നാൽ ക്രിസ്തുമതം ഉപേക്ഷിക്കുന്നവരിൽ ഏറെയും കത്തോലിക്ക സഭയിലോ ഓർത്തഡോക്സ് യാക്കോബയ സഭകളിലോ അംഗങ്ങളായിരുന്നവരാണ്. അതായത് കത്തോലിക്ക സഭയ്ക്ക് ഇവിടെ നഷ്ടം മാത്രമേ ഉള്ളൂ. ഹിന്ദുമതത്തിലേക്ക് പോകുന്നവരുടെ കണക്ക് പരിശോധിച്ചാലും ഇതുതന്നെയാണ് അവസ്ഥ. 7 വർഷത്തിനിടയിൽ ഹിന്ദുമതത്തിലേക്ക് പരിവർത്തിതരായ ക്രിസ്ത്യാനികൾ 4756 പേരാണ്. ഹിന്ദുമതത്തിൽ നിന്ന് ക്രിസ്തുമതത്തിലേക്ക് വന്നവരുടെ സംഖ്യ വെറും 1424 മാത്രം. ഒരാൾ ഹിന്ദുമതം വിട്ട് ക്രിസ്തുമതം സ്വീകരിക്കുമ്പോൾ 4 പേർ ക്രിസ്തീയത ഉപേക്ഷിച്ച് ഹിന്ദുമതത്തിൽ ചേരുന്നു. ക്രിസ്തുമതത്തിന് നഷ്ടമാകുന്ന 4756 പേരിൽ ആരും തന്നെ പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ നിന്നല്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോഴാണ് കത്തോലിക്ക സഭയുടെ നഷ്ടം വലുതാണെന്ന് ഗ്രഹിക്കാൻ കഴിയുന്നത്. മാത്രവുമല്ല, ക്രിസ്തുമതം സ്വീകരിക്കുന്നവരിൽ വിരലിലെണ്ണാവുന്ന ചുരുക്കം ചിലരൊഴികെ ആരും തന്നെ കത്തോലിക്ക സഭയെ പരിഗണിക്കുന്നില്ല എന്ന സത്യവും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് പുറത്തേക്ക് മാത്രം വാതിലുള്ള സഭയായി കത്തോലിക്ക സഭ മാറിയിരിക്കുന്നു. ഈ കണക്കുകളെല്ലാം മനോവ നടത്തിയ സർവേ ഫലത്തെ ശരിവയ്ക്കുന്നതാണ്. കേരളത്തിലെ കത്തോലിക്ക രൂപതകളിൽ മനോവ ഒരു സർവേ നടത്തിയിരുന്നു. വിവാഹത്തിലൂടെ മതം മാറിയവരുടെ കണക്കാണ് അന്വേഷിച്ചത്. മതം മാറി വിവാഹിതരാകുന്ന യുവതികളിൽ 87% ചെന്നെത്തുന്നത് ഹിന്ദുമതത്തിലാണെന്ന് ആ സർവേയിലൂടെ വ്യക്തമായി. ലവ് ജിഹാദ് എന്ന മുറവിളി ഇസ്ലാമിനെതിരെ ഉയർത്തുമ്പോൾ സംഘപരിവാറിൻ്റെ ജിഹാദ് സൗകര്യപൂർവ്വം അവഗണിക്കപ്പെടുന്നു. ഇതൊരു സംഘപരിവാർ അജണ്ടയാണ്. മതപരിവർത്തനത്തിൻ്റെ കണക്കുകളിലേക്ക് തന്നെ മടങ്ങി വരാം. 2017 ഡിസംബർ വരെയുള്ള കണക്കാണ് നാം ഇവിടെ പരിശോധിച്ചത്. അതിനുശേഷം 3 വർഷങ്ങൾ കൂടി പിന്നിട്ടിരിക്കുന്നു. കത്തോലിക്ക സഭയിലെ വിശ്വാസത്യാഗത്തിൻ്റെ വളർച്ചാ നിരക്ക് കൂടി ചേർത്ത് വെച്ച് പരിഗണിക്കുമ്പോൾ 2017 വരെയുള്ള 7 വർഷങ്ങളിലുണ്ടായ കൊഴിഞ്ഞുപോക്കിൻ്റെ അനേകം മടങ്ങായിരിക്കും അവസാന 3 വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം 1962 സഭയുടെ നിയന്ത്രണം ഇല്യൂമിനാറ്റികൾ ഏറ്റെടുത്തതിന് ശേഷം ഓരോ ദിവസവും വിശ്വാസികളുടെ സംഖ്യ കുറയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. 1960 ലോകത്തെ ജനസംഖ്യ 300 കോടി മാത്രമായിരുന്നുവെന്ന് ഓർക്കണം. 1804 വരെ ലോക ജനസംഖ്യ 100 കോടിയിൽ എത്തിയിരുന്നില്ല. 1830 100 കോടി, 1930 200 കോടി, 1960 300 കോടി, 1975 400 കോടി, 1987 500 കോടി, 1999 600 കോടി, 2011 700 കോടി എന്നീ ക്രമത്തിലാണ് ഓരോ 100 കോടിയുടെയും വർധനവുണ്ടായത്. 2019 ജൂലൈയിൽ ലോക ജനസംഖ്യ 750 കോടി പിന്നിട്ടു. കഴിഞ്ഞ 40 വർഷം കൊണ്ട് ഓസ്ട്രിയയിലെ വിയന്നയിൽ കത്തോലിക്ക ജനസംഖ്യ പകുതിയായി കുറഞ്ഞത് എങ്ങനെയാണെന്ന് ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? 1971 മൊത്തം ജനസംഖ്യയിൽ 71% കത്തോലിക്കർ 2011 ആയപ്പോൾ 41.3% കുറഞ്ഞു. ഇത് വിയന്നയിലെ മാത്രം സ്ഥിതിയല്ല. മറിച്ച് ഓസ്ട്രിയ എന്ന രാജ്യത്ത് കഴിഞ്ഞ നൂറ്റാണ്ടിനിടയിൽ കത്തോലിക്ക വിശ്വാസികളുടെ സംഖ്യ ക്രമാതീതമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1971 ഓസ്ട്രിയയിലെ ജനസംഖ്യയിൽ 87.4% കത്തോലിക്ക വിശ്വാസികളായിരുന്നത് നിലവിൽ 63.5% കുറഞ്ഞു. അരി വെന്തോ എന്നറിയാൻ ഒരു വറ്റെടുത്ത് നോക്കിയാൽ മതിയല്ലോ. അതുപോലെ തന്നെ യൂറോപ്പിലെ കത്തോലിക്ക സഭയുടെ അവസ്ഥ അറിയാൻ ഓസ്ട്രിയയിലെ അവസ്ഥ അറിഞ്ഞാൽ മതിയാകും. 2021 ജനുവരി 28 മനോരമ പ്രസിദ്ധീകരിച്ച വാർത്തയിലെ വിവരം കൂടി ഇവിടെ കുറിക്കുന്നത് ഗുണകരമായിരിക്കുമെന്ന് കരുതുന്നു. സ്വിറ്റ്സർലൻഡ് എന്ന രാജ്യത്തെ ക്രിസ്തീയതയുടെ ദാരുണമായ അവസ്ഥ വ്യക്തമാക്കുന്നതായിരുന്നു ആ വാർത്ത. 50 വർഷം മുൻപ് മുഴുവൻ ജനങ്ങളും കത്തോലിക്ക
പ്രൊട്ടസ്റ്റന്റ് വിശ്വാസം പിന്തുടർന്നിരുന്ന സ്വിറ്റ്സർലൻഡിലെ ഇന്നത്തെ അവസ്ഥ അപ്പാടെ മാറിയിരിക്കുന്നു. രാജ്യത്തെ മതവിശ്വാസികളുടെ എണ്ണം ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുതിയ കണക്കനുസരിച്ച് ജനസംഖ്യയുടെ 1/3 അവിശ്വാസികളുടെ പട്ടികയിലാണെന്ന് ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ടിൽ പറയുന്നു. മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോലും യുവതലമുറ താൽപ്പര്യപ്പെടുന്നില്ല. 2019 രാജ്യത്തെ പ്രായപൂർത്തിയായവരിൽ 35% പേർ റോമൻ കത്തോലിക്കരാണെന്നും 26% പേർ പ്രൊട്ടസ്റ്റൻ്റ് ആണെന്നും സമ്മതിച്ചിരുന്നു. ഇതിൽ നിന്ന് ഗണ്യമായ കുറവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരു മതത്തിലും വിശ്വസിക്കാത്തവരുടെ എണ്ണത്തിൽ ഒരു വർഷത്തിനിടെ 2% വർധന ഉണ്ടായിട്ടുണ്ട്. 50 വർഷം മുൻപ് ക്രൈസ്തവർ മാത്രമുണ്ടായിരുന്ന ഈ രാജ്യത്ത് സംഭവിച്ചത് എന്താണ്? രണ്ടാം വത്തിക്കാൻ സുനോദോസിന് ശേഷം കത്തോലിക്ക സഭയിൽ എന്തുകൊണ്ടാണ് ഇത്രത്തോളം വിശ്വാസത്യാഗമുണ്ടായത്? ഓരോ ക്രിസ്ത്യാനിയും ഇതിനുള്ള ഉത്തരം കണ്ടെത്തുകയും പരിഹാരമാർഗം ആലോചിക്കുകയും വേണം. 2023 ആകുമ്പോഴേക്കും ലോകത്തെ കത്തോലിക്ക സഭാംഗങ്ങളുടെ സംഖ്യ ഹിന്ദുമതത്തിനും പിന്നിലാകും. ഹിന്ദുമതത്തിൻ്റെ കൃത്യമായ കണക്കുകൾ ലഭിക്കാനുള്ള സാധ്യത പരിമിതമായതുകൊണ്ട് യഥാർത്ഥത്തിലുള്ളതിനേക്കാൾ കുറഞ്ഞ കണക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. യൂറോപ്പിലെ യോഗാ കേന്ദ്രങ്ങൾ വഴി ഹിന്ദുമതത്തിലേക്ക് പരിവർത്തിതരാകുന്ന ക്രൈസ്തവ നാമധാരികളുടെ എണ്ണം തിട്ടപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ്. അയർലൻഡ്, നെതർലാൻഡ്, ബെൽജിയം, ഇറ്റലി, സ്വിറ്റ്സർലൻഡ്, UK തുടങ്ങിയ രാജ്യങ്ങളിൽ ഹിന്ദുമതത്തിൻ്റെ വളർച്ച ദ്രുതഗതിയിലായിരിക്കുന്നു. ക്രിസ്തുമതത്തിൽ നിന്നാണ് ഇവരെല്ലാം ഹിന്ദുമതത്തിലേക്ക് കൂട്ടത്തോടെ നിപതിക്കുന്നതെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. ഹിന്ദുമതത്തിൻ്റെ വളർച്ച അവർ തന്നെ മനഃപൂർവ്വം മറച്ചുവെക്കുന്നു എന്നതാണ് അവരുടെ കൗശലം. ക്രിസ്ത്യാനികൾ എല്ലായ്പ്പോഴും അസൂയയോടെ നോക്കിയിരിക്കുന്നത് ഇസ്ലാമിൻ്റെ വളർച്ചയിലേക്ക് മാത്രമാണ്. ക്രിസ്ത്യാനികളുടെ ശ്രദ്ധ ഇസ്ലാമിൻ്റെ വളർച്ചയിലേക്ക് തിരിച്ചു നിർത്താൻ ഹിന്ദുക്കളും ശ്രമിക്കുന്നു. സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് ഹിന്ദുമതത്തിലേക്കാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം മിഥ്യാബോധത്തിലാണ് ക്രൈസ്തവർ കഴിയുന്നത്. ന്യൂക്ലിയർ ഫിഷൻ പോലെ ലോക ജനസംഖ്യ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ കത്തോലിക്ക സഭയുടെ വളർച്ച മാത്രം പടവലങ്ങയുടേതുപോലെയാണ്. ജനസംഖ്യാ നിരക്കിൽ കത്തോലിക്കരുടെ അനുപാതം കുറയുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2005 ലോകത്ത് 111.5 കോടി കത്തോലിക്കരുണ്ടായിരുന്നു. ഇന്ന് ലോക ജനസംഖ്യയുടെ 17%. ഇത് ലോക ജനസംഖ്യയുടെ 17%. 1990 ഇത് 18%ആയിരുന്നുവെന്ന് നാം ഓർക്കണം. 15 വർഷം കൊണ്ട് 1% കുറവ് കത്തോലിക്കരുടെ ജനസംഖ്യയിൽ ഉണ്ടായപ്പോൾ മറ്റെല്ലാ മതങ്ങളും വളർച്ചയുടെ പാതയിലായിരുന്നു. 2005 നിന്ന് 2020 എത്തിയപ്പോൾ വീണ്ടും 1% കുറവ് കൂടി സംഭവിച്ചു. ഓരോ 15 വർഷത്തിലും ഓരോ ശതമാനമാണ് കത്തോലിക്കരുടെ ജനസംഖ്യയിൽ ഇടിവുണ്ടാകുന്നത്. ഇപ്പോൾ സാങ്കേതികമായി കത്തോലിക്ക സഭയിൽ ഉള്ളത് ലോക ജനസംഖ്യയുടെ 15% മാത്രമാണ്. ലോക ജനസംഖ്യയുടെ വർധനവിന് അനുസരിച്ച് കത്തോലിക്കരുടെ സംഖ്യയിൽ സന്തുലിതാവസ്ഥ ഇല്ലെന്നതാണ് ഇത് കാണിക്കുന്നത്. എന്നാൽ 15 വർഷം കൊണ്ട് ഹിന്ദുമതത്തിന് 2% വളർച്ചയുണ്ടായി. 14% ഹിന്ദുമതം ഇന്ന് 16% എത്തി നിൽക്കുന്നു. സാങ്കേതികമായി ക്രിസ്ത്യാനികളും കത്തോലിക്കരും ആയിരുന്നവരിൽ പലരും ഹൈന്ദവ ജീവിതം നയിക്കുന്നവരായതുകൊണ്ട് ഹിന്ദുമതത്തിൻ്റെ യഥാർത്ഥ കണക്ക് ഇതിനേക്കാൾ ഉയർന്നേക്കാം. 2009 ഏപ്രിൽ 22 കണക്ക് പ്രകാരം 677.5 കോടി ജനങ്ങളാണ് ലോകത്തുണ്ടായിരുന്നത്. 2011 700 കോടിയായി അത് ഉയർന്നു. ഇന്ന് 760 കോടിയുടെ മുകളിലാണ് ലോക ജനസംഖ്യ. ഇൻ്റർനാഷണൽ ഡാറ്റാബേസിൻ്റെ IDB കണക്കാണിത്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 33% ക്രൈസ്തവർ ലോകത്തുണ്ട്. കത്തോലിക്കർ 15%, മറ്റു സഭകൾ 18%, ഹിന്ദുക്കൾ 16%, മുസ്ലിങ്ങൾ 22%, ബുദ്ധമത വിശ്വാസികൾ 6% എന്നിങ്ങനെയാണ് പ്രധാന മതങ്ങളുടെ കണക്ക്. ഇതിൽപ്പെടാത്ത മറ്റൊരു വിഭാഗമാണ് മതമില്ലാത്ത മതം. കത്തോലിക്കരുടെയും ഹിന്ദുക്കളുടെയും സംഖ്യയേക്കാൾ കൂടുതലാണ് മതമില്ലാത്തവരുടെ സംഖ്യ. ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും സംഖ്യ യഥാക്രമം 16%, 15% 18% ആളുകൾ മതമില്ലാത്ത മതത്തിലാണ്. ഇവരിൽ ഭൂരിഭാഗവും ധരിച്ചിരിക്കുന്നത് ക്രൈസ്തവ നാമങ്ങളാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം
ക്രൈസ്തവരുടെ പരമ്പരയിൽ ജനിച്ചവരും ജ്ഞാനസ്നാനം ലഭിച്ചവരുമാണ് മതമില്ലാത്തവരായി ഇന്ന് മാറിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ തകർച്ചയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ക്രൈസ്തവ സഭകൾക്ക് മാറി നിൽക്കാൻ കഴിയില്ല. മതശിഥിലീകരണത്തിനാണ് മതബോധനം കാരണമാകുന്നതെങ്കിൽ ആ മതബോധനം പൊളിച്ചെഴുതപ്പെടണം. ഇതുവരെ നാം പരിശോധിച്ചത് ചില കണക്കുകളാണ്. ലോക ജനസംഖ്യയുടെ വർധനവിനനുസരണമായി ക്രൈസ്തവരുടെ, വിശിഷ്യ കത്തോലിക്കരുടെ സംഖ്യ വർദ്ധിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതിനാണ് ഈ പരിശോധന നാം നടത്തിയത്. താൻ രോഗിയാണെന്ന അറിവ് ഒരുവന് ലഭിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും അവന് ലഭിക്കുന്നില്ല. മറിച്ച് രോഗകാരണം കണ്ടെത്തുകയും ചികിത്സിക്കുകയും ചെയ്യുമ്പോഴാണ് അവൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത്. കത്തോലിക്ക സഭയുടെ കാര്യത്തിലും ഇത് അന്വർത്ഥമാണ്. ക്രിസ്തീയതയും കത്തോലിക്ക സഭയും നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ചൂണ്ടിക്കാണിക്കുന്നതിനപ്പുറം പ്രശ്നത്തിലേക്ക് എങ്ങനെ നയിക്കപ്പെട്ടുവെന്നോ പ്രശ്നം എങ്ങനെ പരിഹരിക്കപ്പെടുമെന്നോ ആരും പറയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായി നമ്മുടെ മുന്നിലുള്ളത്. കത്തോലിക്ക സഭ അപകടാവസ്ഥയിലാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ അനേകം വ്യക്തികളും സംഘടനകളും ഇന്നുണ്ട്. എന്നാൽ ആരുടെയും ഭാഗത്തു നിന്ന് പ്രായോഗികമായ പരിഹാര നിർദ്ദേശങ്ങൾ ഉയരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപകടാവസ്ഥയിൽ എത്തിപ്പെട്ടത് എങ്ങനെയെന്നോ ഇതിൽ നിന്ന് എങ്ങനെ കരകയറാൻ സാധിക്കുമെന്നോ പറയുന്നില്ലെങ്കിൽ അപകടാവസ്ഥ ചൂണ്ടിക്കാണിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആയതിനാൽ ഏതൊരു വിഷയത്തിലുമെന്നതുപോലെ ഈ വിഷയത്തിലും മനോവ വന്നിരിക്കുന്നത് പരിഹാര നിർദ്ദേശങ്ങളുമായിട്ടാണ്. ഇതുവരെ നാം തിരിച്ചറിയാൻ ശ്രമിച്ചത് ക്രൈസ്തവരുടെ ജനസംഖ്യ ക്രമാതീതമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെയാണ്. ഇനി നമുക്ക് ഈ ദുരവസ്ഥയ്ക്ക് ഹേതുവാകുന്ന കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം പരിഹാര മാർഗങ്ങൾ ചർച്ച ചെയ്യാം. ജനന നിയന്ത്രണവും വിശ്വാസത്യാഗവും. കത്തോലിക്ക സഭയും ക്രൈസ്തവ സമൂഹങ്ങളും ഉണർന്നു ചിന്തിക്കേണ്ട വിഷയമാണിത്. സാമൂഹികമായി മാത്രമല്ല, ആത്മീയമായും വലിയ ദുരന്തത്തിൻ്റെ വക്കിലാണ് തങ്ങളെന്ന് തിരിച്ചറിയാൻ ക്രൈസ്തവർക്ക് ഇനിയെങ്കിലും കഴിയണം. സാമൂഹികമായ ദുരവസ്ഥയെക്കുറിച്ച് ചില കോണുകളിൽ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ആത്മീയമായ ദുരന്തത്തെക്കുറിച്ച് എവിടെയും ചർച്ചകൾ നടക്കുന്നില്ല. യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് ആത്മീയമായ ദുരന്തത്തെക്കുറിച്ചാണ്. എന്തെന്നാൽ ഈ വിഷയത്തിലെ ആത്മീയ ദുരവസ്ഥ പരിഹരിക്കപ്പെടുന്നതോടെ സാമൂഹികമായ പ്രതിസന്ധികൾ സ്വാഭാവികമായി തന്നെ പരിഹരിക്കപ്പെടും. എന്നാൽ ഈ വിഷയത്തെ അർഹിക്കുന്ന ഗൗരവത്തോടെ കാണാൻ സഭാ മാനേജർമാർക്ക് കഴിയുന്നില്ലെന്ന് മാത്രമല്ല, അവർക്ക് താല്പര്യവുമില്ല. എന്തെന്നാൽ അവർ ആരാധനാക്രമത്തെ സംബന്ധിച്ച് ലിറ്റർജിക്കൽ പരീക്ഷണങ്ങളിൽ വ്യാപൃതരാണ്. കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് അറിയാൻ കഴിയാത്ത വിധം മിഥ്യാബോധത്തിലാണ് അവർ. ആയതിനാൽ ഇന്ന് ക്രൈസ്തവർ എണ്ണത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് നമുക്ക് തന്നെ പരിശോധിക്കാം. അതുപോലെ തന്നെ പരിഹാര മാർഗം കണ്ടെത്തുകയും ചെയ്യാം. നിയമങ്ങളിൽ നിന്നുള്ള പിന്മാറ്റമാണ് എല്ലാ നാശങ്ങളുടെയും ആരംഭം. അതുകൊണ്ട് തന്നെയാണ് മനോവയുടെ എല്ലാ ലേഖനങ്ങളിലും നിയമങ്ങളുടെ പ്രാധാന്യം ഗൗരവത്തോടെ ഉയർത്തിപ്പിടിക്കുന്നത്. നിയമം എന്നത് ഒരു നിയന്ത്രണ രേഖയാണ്. അതിനെ മറികടക്കുന്നവർ അപകടത്തിൽ നിപതിക്കും. അതിനാൽ നിയമങ്ങളെ സംബന്ധിക്കുന്ന പ്രാഥമികമായ അറിവ് ഇവിടെയും പങ്കുവയ്ക്കുന്നു. നിയമം നൽകപ്പെട്ടപ്പോൾ തന്നെ നിയമനിഷേധിയുടെ ആത്മാവ് പ്രവർത്തന നിരതമാണ്. ഈ ആത്മാവ് ശരീരം ധരിച്ച് പ്രത്യക്ഷപ്പെടുന്നതിനെയാണ് നിയമനിഷേധിയുടെ ആഗമനം എന്ന് ബൈബിൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതെ, നിയമനിഷേധിയുടെ ആത്മാവ് ശരീരം സ്വീകരിച്ച് പ്രത്യക്ഷപ്പെടാൻ സമയമായി. നിയമനിഷേധി ആരാണെന്നറിയാൻ ഈ വെളിപ്പെടുത്തൽ ശ്രദ്ധിക്കുക. സാത്താൻ്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷ പ്രാപിക്കാനും വിമുഖത കാണിക്കയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടെ ആയിരിക്കും. അതിനാൽ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും. തൽഫലമായി സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഒന്നിലധികം സത്യങ്ങൾ ഇവിടെ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നിയമനിഷേധിയുടെ ആഗമനം ഉണ്ടാകുമെന്നും സാത്താൻ്റെ പ്രവർത്തനത്താലാണ് അവൻ രംഗപ്രവേശം ചെയ്യുന്നതെന്നും മാത്രമല്ല,
അവനിൽ വിശ്വസിച്ച് നാശത്തിൽ നിബന്ധിക്കുന്നത് ആരെല്ലാമായിരിക്കുമെന്നും ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏകസത്യ ദൈവത്തിൻ്റെ നിയമത്തെ സ്നേഹിക്കാത്തവരെല്ലാം അവൻ്റെ വഞ്ചനയ്ക്ക് പാത്രമാകും. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ നാശമാണ് നിയമനിഷേധിയുടെ ലക്ഷ്യം. യാഹ്വയുടെ നിയമങ്ങളിൽ നിലനിൽക്കുന്ന കാലത്തോളം ദൈവജനത്തെ നശിപ്പിക്കാൻ കഴിയില്ല എന്ന സത്യം സാത്താൻ അറിയാവുന്നതുകൊണ്ടാണ് അവൻ നിയമനിഷേധിയെ അയക്കുന്നത്. നിയമത്തിൽ നിന്നുള്ള പിന്മാറ്റത്തിനായി ദൈവജനത്തെ അത് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഒറ്റയടിക്കുള്ള പിന്മാറ്റമല്ല, പടിപടിയായ പിന്മാറ്റം എന്ന ദീർഘകാല പദ്ധതിയാണ് സാത്താൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആദ്യ പടിയായാണ് നിയമപരിഷ്കരണം. നിയമപരിഷ്കരണം പൂർത്തിയാകുമ്പോൾ നിയമനിഷേധി ആഗതനാകും. ദൈവിക നിയമങ്ങൾ പരിപൂർണമായും ഇല്ലാതാകുമ്പോൾ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. എന്നാൽ നിയമനിഷേധിയുടെ ആത്മാവ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ലോകത്തിൻ്റെ നിയമങ്ങൾ പൂർണ്ണമായി തന്നെ സാത്താൻ്റെ ഇംഗിതത്തിനനുസരണമായി രൂപപ്പെട്ടു കഴിഞ്ഞു. നീതിബോധമുള്ള രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്ന കാലത്ത് അവരുടെ രാജ്യങ്ങളിൽ നീതിയുക്തമായ നിയമങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ അവസ്ഥ അതല്ല. ദൈവനിഷേധികളും ഇടതുപക്ഷ ആശയങ്ങളാൽ നയിക്കപ്പെടുന്നവരുമായ നികൃഷ്ട ജന്മങ്ങളാണ് രാജ്യങ്ങളുടെ ഭരണം പിടിച്ചെടുത്തിരിക്കുന്നത്. ജനങ്ങളെ ആകമാനം മിഥ്യാബോധം ഗ്രസിച്ചിരിക്കുന്നതുകൊണ്ട് ഭരണത്തിലിരിക്കുന്നവർ നിർമ്മിക്കുന്ന പൈശാചിക നിയമങ്ങളെ അവർ ശ്രേഷ്ഠമായി കരുതി സ്വീകരിക്കുന്നു. എന്തെന്നാൽ മിഥ്യാബോധം ഉണർത്തപ്പെടുകയെന്നത് വ്യാജമായതിനെ സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്ന അവസ്ഥയാണല്ലോ. ലോകം ഇന്ന് അനീതിയിൽ ആഹ്ലാദിച്ചു മതിക്കുകയാണ്. ഇത് ലോകത്തെയും അതിൻ്റെ സംവിധാനങ്ങളെയും മാത്രം ഗ്രസിച്ചിരിക്കുന്ന ദുരവസ്ഥയല്ല. കത്തോലിക്ക സഭയും മറ്റിതര ക്രൈസ്തവ സമൂഹങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുരന്തമാണിത്. ക്രിസ്തീയ വിരുദ്ധവും ദൈവദൂഷണപരവുമായ നിയമങ്ങൾ മൂലം കത്തോലിക്ക സഭ ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. ദൈവനിന്ദകരും വചനവിരോധികളുമായ ആചാര്യന്മാരാൽ സഭ ഇന്ന് നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവിക നിയമങ്ങളിൽ കൈകടത്താൻ മനുഷ്യർക്ക് അവകാശമില്ലാതിരിക്കെ അവരത് ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായ ലക്ഷ്യമുണ്ട്. ദൈവിക നിയമങ്ങൾ നിലനിൽക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്ന കാലത്തോളം സഭയെ ആക്രമിക്കാൻ സാത്താന് കഴിയില്ല. കാരണം നിയമത്തിലും നിയമാനുസാരിത്വത്തിലും സുരക്ഷിതത്വമുണ്ട്. ദൈവിക നിയമങ്ങളിൽ നിലനിൽക്കുമ്പോൾ മാത്രമാണ് ദൈവം ഒരുവനെ സംരക്ഷിക്കുന്നത്. നിയമത്തെ മറികടക്കുന്നതാണ് പാപം. ഇസ്രായേൽ സുരക്ഷിതരായിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി. പാപത്തെ വെറുക്കുന്ന ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അവിടുന്ന് നിർദ്ദേശിച്ച പാതയിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ അനേകം യുദ്ധങ്ങളിൽ അവർ ദയനീയമായി പരാജയമടഞ്ഞു. അവർക്ക് വിദേശങ്ങളിലേക്ക് അടിമകളായി പോകേണ്ടി വന്നു. ശത്രുക്കൾ അവരുടെ ദൈവത്തിൻ്റെ ആലയം നിലം പരിചാക്കുകയും നഗരങ്ങൾ പിടിച്ചടക്കുകയും ചെയ്തു. യൂഥിത്തിൻ്റെ പുസ്തകം 5-ാമത്തെ അധ്യായം 17-18 വാക്യങ്ങൾ. യാഹ്വയുടെ നിയമങ്ങൾ ഇടം വലം തിരിയാതെ പാലിക്കുമ്പോഴാണ് ഇസ്രായേൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. സാത്താനു മാത്രമല്ല, സാത്താൻ്റെ അനുയായികൾക്കും ഇക്കാര്യം അറിയാം. ഇസ്രായേലിനെ നശിപ്പിക്കാൻ തക്കം പാർത്തിരുന്ന ശത്രുക്കളെല്ലാം അവസരമായി കരുതിയത് അവരുടെ നിയമലംഘനമായിരുന്നു. നിയമത്തെ ഇസ്രായേൽ മറികടക്കുന്നതാണ് അവരുടെ വൈരികൾക്ക് അവരുടെ മേൽ ലഭിക്കുന്ന അവസരം. ഇസ്രായേലിനെതിരെ യുദ്ധത്തിനൊരുങ്ങുന്ന അസീറിയൻ സൈന്യാധിപന് അമ്മോന്യരുടെ നേതാവായ ആഖ്യോൻ നൽകുന്ന ഉപദേശം ശ്രദ്ധിക്കുക. എൻ്റെ യജമാനനായ പ്രഭോ, അറിവ് കൂടാതെ വല്ല പിഴകളും ഇപ്പോൾ ഈ ജനത്തിന് വന്നു പോയിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ ദൈവത്തിനെതിരായി അവർ പാപം ചെയ്യുകയും അത് നാം കണ്ടുപിടിക്കുകയും ചെയ്യുന്നെങ്കിൽ നമുക്ക് ചെന്ന് അവരെ തോൽപ്പിക്കാം. എന്നാൽ അവരുടെ ദേശത്ത് ഒരു അതിക്രമവും ഇല്ലെങ്കിൽ എൻ്റെ യജമാനൻ അവരെ വിട്ടുപോയാലും അവരുടെ യാഹ്വേ അവരെ രക്ഷിക്കും. അവരുടെ ദൈവം അവരെ കാത്തു സൂക്ഷിക്കും. നാം ലോകസമക്ഷം ലജ്ജിതരാകും. യൂഥിത്തിൻ്റെ പുസ്തകം 5-ാമത്തെ അധ്യായം 20-21 വാക്യങ്ങൾ. ഇതാണ് ഇസ്രായേലിൻ്റെ ശക്തിയുടെ രഹസ്യം. തൻ്റെ ജനത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് യാഹ്വേ നിയമങ്ങൾ നൽകിയത്. അവിടുന്ന് പരിശുദ്ധനും നീതിമാനുമായിരിക്കുന്നത് കൊണ്ട് അശുദ്ധിയിലും അനീതിയിലും വ്യാപരിക്കാൻ അവിടത്തേക്ക് സാധിക്കില്ല. അതിനാൽ തന്നെ സൈന്യങ്ങളുടെ ദൈവമായ യാഹ്വേയ്ക്ക് സഹവസിക്കാൻ യോഗ്യമായ അവസ്ഥയിൽ ഇസ്രായേലിനെ നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. അതായത്
യാഹ്വേയുടെ പരിശുദ്ധിക്ക് ഇണങ്ങുന്ന വിധമുള്ള അവിടുത്തെ ഇഷ്ടാനിഷ്ടങ്ങളാണ് നിയമങ്ങളായി നൽകപ്പെട്ടിരിക്കുന്നത്. യാഹ്വേയുടെ ഇഷ്ടത്തിനനുസരണമായി തൻ്റെ ഇഷ്ടങ്ങളെ ക്രമപ്പെടുത്തുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി. അവനെ അവിടുന്ന് തൻ്റെ ഹൃദയത്തിനിണങ്ങിയവൻ എന്ന് വിളിക്കും. ദാവീദ് എങ്ങനെയാണ് യാഹ്വേയുടെ ഹൃദയത്തിനിണങ്ങിയവനായി മാറിയതെന്നറിയാൻ ദൈവിക നിയമങ്ങളെ ദാവീദ് എപ്രകാരം സമീപിച്ചുവെന്ന് നോക്കിയാൽ മതി. ദാവീദിൻ്റെ വാക്കുകൾ നോക്കുക. അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. അതിനെപ്പറ്റിയാണ് ദിവസം മുഴുവൻ ഞാൻ ധ്യാനിക്കുന്നത്. അങ്ങയുടെ കൽപ്പനകൾ എന്നെ എൻ്റെ ശത്രുക്കളെക്കാൾ ജ്ഞാനിയാക്കുന്നു. എന്തെന്നാൽ അവ എപ്പോഴും എന്നോടൊത്തുണ്ട്. സങ്കീർത്തനങ്ങൾ 119, 97, 98 വാക്യങ്ങൾ. യാഹ്വേയുടെ നിയമങ്ങളെ അസഹിഷ്ണുതയോടെ നോക്കിക്കാണുന്ന ആധുനിക ക്രിസ്ത്യാനി അധിഷ്ഠിതനായിരിക്കുന്നുവെങ്കിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. താൻ ആരെയാണ് സ്നേഹിക്കുന്നതെന്നും തന്നെ സ്നേഹിക്കുന്നവർ ആരൊക്കെയാണെന്നും യേശുവ വ്യക്തമാക്കിയിട്ടില്ലേ? ഇതാ അവിടുത്തെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാമത്തെ വാക്യം. യേശുവായുടെ കൽപ്പനയോട് അസഹിഷ്ണുതയുള്ളത് അവിടുത്തെ സ്നേഹിക്കാത്തവർക്കാണ്. കുറേ കൂടി വ്യക്തതയോടെ അവിടുന്ന് വെളിപ്പെടുത്തുന്നത് ശ്രദ്ധിക്കുക. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 21-ാമത്തെ വാക്യം. ഈ വചനത്തിൽ എല്ലാമുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള പല മുൻധാരണകളെയും മാറ്റിമറിക്കുന്നതാണ് ഈ വചനം. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് നാം കൽപ്പനകൾ പാലിക്കുമ്പോഴാണെന്നും ദൈവത്തെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളം കൽപ്പനകൾ പാലിക്കലാണെന്നും യേശുവ വ്യക്തമാക്കിയിരിക്കുന്നു. ദാവീദിന് ദൈവസന്നിധിയിൽ ലഭിച്ച സ്വീകാര്യതയുടെ രഹസ്യവും കൂടിയാണ് യേശുവ ഇവിടെ വെളിപ്പെടുത്തിയത്. കൽപ്പനകളെയും നിയമങ്ങളെയും സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട അനേകർ ക്രൈസ്തവ സഭകളിലുണ്ട്. യേശുവ വന്നതോടെ നിയമങ്ങളും കൽപ്പനകളും അപ്രസക്തമായി എന്നാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്ന തെറ്റായ ഉപദേശം. നിയമനിഷേധിയുടെ ആത്മാവ് ശക്തമായി തന്നെ പ്രവർത്തിക്കുന്നുവെന്നതിൻ്റെ അടയാളമാണിത്. നിയമങ്ങളുടെ പ്രാബല്യം ഇല്ലാതായെങ്കിൽ നിയമനിഷേധിയുടെ ആഗമനത്തിന് പ്രസക്തി ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ നിയമനിഷേധിയുടെ ആഗമനത്തെക്കുറിച്ച് ഗൗരവത്തോടെയുള്ള മുന്നറിയിപ്പാണ് ബൈബിൾ നൽകിയിരിക്കുന്നത്. അതിനാൽ തന്നെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ല. ദൈവജനത്തെ നശിപ്പിക്കാൻ അവസരം പാർത്തിരിക്കുന്ന ശത്രുക്കളാണ് നിയമങ്ങളുടെ പ്രാധാന്യത്തെ ഇകഴ്ത്തിക്കാട്ടാൻ ശ്രമിക്കുന്നത്. നിയമങ്ങളിൽ ഭേദഗതി വരുത്താൻ മനുഷ്യർക്കെന്നല്ല സ്വർഗത്തിലെ ദൂതന്മാർക്ക് പോലും അവകാശമില്ല എന്നതാണ് യാഥാർത്ഥ്യം. പുതിയ നിയമങ്ങൾ നൽകാനും ആരെയും ദൈവം ചുമതലപ്പെടുത്തിയിട്ടില്ല. കൽപ്പനകളും നിയമങ്ങളും നൽകപ്പെട്ടത് മോശയിലൂടെയാണെന്ന് നമുക്കറിയാം. മോശയിലൂടെ യാഹ്വേ നൽകിയ നിയമങ്ങളുടെ മേൽ അധികാരമുള്ള ഏക വ്യക്തി ആരാണെന്ന് യാഹ്വേ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അയക്കും. എൻ്റെ വാക്കുകൾ ഞാൻ അവൻ്റെ നാവിൽ നിക്ഷേപിക്കും. ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അവൻ അവരോട് പറയും. എൻ്റെ നാമത്തിൽ അവൻ പറയുന്ന എൻ്റെ വാക്കുകൾ ശ്രവിക്കാത്തവരോട് ഞാൻ തന്നെ പ്രതികാരം ചെയ്യും. നിയമാവർത്തന പുസ്തകം 18-ാമത്തെ അധ്യായം 18-19 വാക്യങ്ങൾ. മോശയിലൂടെ നൽകപ്പെട്ട നിയമങ്ങളുടെ മേൽ എന്തെങ്കിലും അധികാരമുള്ള ഏക വ്യക്തി യേശുവ മാത്രമാണ്. ആയതിനാൽ മോശയിലൂടെ നൽകപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് യേശുവ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കുക. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. യേശുവ അസാധുവാക്കിയില്ലെങ്കിൽ മറ്റാർക്കും നിയമത്തെ അസാധുവാക്കാൻ അവകാശമില്ല.
സമസ്തവും നിറവേറുവോളം യാതൊരു ഭേദഗതിയുമില്ലാതെ നിയമം നിലനിൽക്കുമെന്നത് തന്നെയാണ് അവിടുന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിയമത്തെ പൂർത്തിയാക്കാനാണ് താൻ വന്നിരിക്കുന്നതെന്ന് യേശുവ പറഞ്ഞതിനെ ചിലർ തെറ്റായി വ്യാഖ്യാനിക്കുന്നുണ്ട്. പൂർത്തിയാക്കലിനെ അസാധുവാക്കലെന്ന് അർത്ഥമുണ്ടോ? വീട് പണി പൂർത്തിയായെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വീട് പൊളിച്ചു കളഞ്ഞുവെന്നാണോ? വീട് പണി പൂർത്തിയായെന്ന് പറഞ്ഞാൽ ഇനി അതിൻ്റെ മേൽ ഒരു പണിയും അവശേഷിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ യേശുവ പൂർത്തീകരിച്ച നിയമത്തിൻ്റെ മേൽ മിനുക്കുപണികൾ നടത്താൻ ഒരുത്തിനെയും അവിടുന്ന് നിയോഗിച്ചിട്ടില്ല. നിയമത്തിൽ നിന്ന് എന്തെങ്കിലും എടുത്തു മാറ്റാനോ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ ആരും ശ്രമിക്കരുത്. എന്തെന്നാൽ അവിടുന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കൽപ്പിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാമത്തെ വാക്യം. യേശുവയുടെ വാക്കുകളെ അതിലംഘിക്കുന്ന ഒരുത്തനെയും ക്രിസ്ത്യാനിയായി പരിഗണിക്കരുത്. ക്രിസ്തുവിൻ്റെയും അവിടുത്തെ അപ്പസ്തോലന്മാരുടെയും പ്രബോധനങ്ങളിൽ മായം ചേർത്തവരെ സഭാപിതാക്കന്മാരായി പരിഗണിച്ചതാണ് ക്രൈസ്തവർക്ക് സംഭവിച്ച അപജയം. കത്തോലിക്ക സഭയുടെ ആധുനിക മതബോധനത്തെ പിൻപറ്റുന്നത് സഭയിലെ വിഡ്ഢികളാണെങ്കിലും ഈ മതബോധനം തയ്യാറാക്കിയത് വിഡ്ഢികളല്ല. വ്യക്തമായ ബോധത്തോടെ ആസൂത്രിതമായി തയ്യാറാക്കിയ മതബോധനമാണ് വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. നിഗൂഢവും ക്രിസ്തീയ വിരുദ്ധവും ദൈവദൂഷണപരവുമായ ഈ മതബോധനത്തിൻ്റെ ഇരകളാണ് കത്തോലിക്ക സഭയിലെ വിശ്വാസികളിൽ സിംഹഭാവവും. പിതാക്കന്മാരുടെ പാരമ്പര്യം എന്ന പേരിലാണ് വചനവിരുദ്ധമായ നിയമങ്ങളിൽ പലതും മതബോധനത്തിൻ്റെ ഭാഗമാക്കിയത്. ഇവിടെ നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്തെന്നാൽ സഭാപിതാക്കന്മാരായി നാം പരിഗണിക്കേണ്ടത് നമ്മുടെ ഏതെങ്കിലും കാരണവന്മാരെ അല്ല. ബൈബിളിൽ പറയുന്ന പിതാക്കന്മാർ അബ്രാഹവും ഇസഹാക്കും യാക്കോബുമാണ്. ഈ പിതാക്കന്മാരുടെ ദൈവമാണ് മോശയിലൂടെ നമുക്ക് നിയമങ്ങൾ നൽകിയത്. സമസ്തവും നിറവേറുന്ന കാലത്തോളം യേശുവ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നത് ഈ നിയമങ്ങളെയാണ്. ഈ നിയമങ്ങൾ നീക്കം ചെയ്യാനോ പരിഷ്കരിക്കാനോ ഒരുവനെയും യേശുവ ചുമതലപ്പെടുത്തിയിട്ടില്ല. മറിച്ച് അവിടുന്ന് കൽപ്പിച്ച ഈ നിയമങ്ങൾ അനുസരിക്കാൻ പഠിപ്പിക്കുക എന്ന ദൗത്യമാണ് സഭയെ ഫലമേൽപ്പിച്ചത്. യാഥാർത്ഥ്യം ഇതായിരിക്കെ ക്രിസ്തുവിനാൽ സ്ഥിരീകരിക്കപ്പെട്ട ദൈവിക നിയമങ്ങളെ അസ്ഥിരപ്പെടുത്താനോ നീക്കം ചെയ്യാനോ ആരെങ്കിലും ശ്രമിച്ചാൽ അവൻ നിയമനിഷേധിയുടെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന അവൻ്റെ സേവകരായിരിക്കും. നിയമനിഷേധിയെ തന്നെയാണ് അരാജകത്വത്തിൻ്റെ മനുഷ്യൻ എന്ന് ബൈബിൾ വിശേഷിപ്പിക്കുന്നത്. ക്രിസ്ത്യാനികളുടെ മേൽ നിയമത്തിന് പ്രാബല്യമുണ്ടോ എന്ന വിഷയത്തിൽ പഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർ നിയമത്തിൻ്റെ പ്രാബല്യം ക്രിസ്ത്യാനികളുടെ മേൽ എന്ന ലിങ്ക് സന്ദർശിക്കുക. ദൈവവചന വിരുദ്ധമായ ആശയങ്ങൾ കുത്തി നിറച്ചുകൊണ്ടും ദൈവിക നിയമങ്ങളെ അപ്രസക്തമാക്കിക്കൊണ്ടും മതബോധനങ്ങൾ തയ്യാറാക്കുന്നതിലെ പൈശാചികത വ്യക്തമാകുന്നതിനാണ് നിയമങ്ങളുടെ പ്രാധാന്യം നാം ഇവിടെ പരിശോധിച്ചത്. അതുവഴി കൂടുതൽ വിവരണമില്ലാതെ തന്നെ വിഷയം ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കും. ജനന നിയന്ത്രണവും വിശ്വാസത്യാഗവും എന്ന വിഷയത്തിലേക്ക് കടക്കാം. കത്തോലിക്ക സഭയിലെ വിശ്വാസികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നില്ല എന്ന സത്യമാണ് നാം തുടക്കത്തിൽ വിശദമായി പരിശോധിച്ചത്. വർധനവില്ലെന്ന് മാത്രമല്ല, പല രാജ്യങ്ങളിലും അംഗസംഖ്യയിൽ കുറവുണ്ടാകുന്നുവെന്നും നാം മനസ്സിലാക്കി. ഈ ദുരവസ്ഥയിലേക്ക് നയിച്ച രണ്ട് കാരണങ്ങളാണ് ജനന നിയന്ത്രണവും വിശ്വാസത്യാഗവും. ജനന നിയന്ത്രണത്തെ വിലക്കിക്കൊണ്ടുള്ള നിയമം ശ്രദ്ധിക്കുക. വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ. നിങ്ങളുടെ പുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ. അവർക്ക് മക്കളുണ്ടാകട്ടെ. നിങ്ങൾ പെരുകണം. നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. യിരെമ്യാവ് പ്രവാചകൻ്റെ പുസ്തകം 29-ാമത്തെ അധ്യായം 6-ാം വാക്യം. 3 നിർദ്ദേശങ്ങളാണ് ഈ വചനത്തിലുള്ളത്. വിവാഹം കഴിക്കുക, മക്കളെ വിവാഹം കഴിപ്പിക്കുക, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. ഈ 3 നിർദ്ദേശങ്ങളും ഗൗരവമുള്ളവയാണ്. എന്നാൽ നിർദ്ദേശങ്ങളെയെല്ലാം കത്തോലിക്ക സഭയിലെ വിശ്വാസികൾ തള്ളിക്കളഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. വിവാഹം കഴിക്കാനോ സന്താനങ്ങൾക്ക് ജന്മം നൽകാനോ താല്പര്യമില്ലാത്ത ഒരു തലമുറ സഭയിൽ രൂപപ്പെട്ടു കഴിഞ്ഞു. ദൈവിക നിയമങ്ങളെയോ ദൈവത്തെ തന്നെയോ അറിയാത്ത തലമുറയാണത്. സാങ്കേതികമായി അവരിന്നും ക്രൈസ്തവ സഭയുടെ ഭാഗമായി തുടരുന്നു. ഈ തലമുറയെ ഇത്തരത്തിൽ വാർത്തെടുത്തത് സഭയിലെ മതബോധനമാണ്.
ദൈവവചനത്തെ തങ്ങളുടെ യുക്തിക്കനുസരണം ദുർവ്യാഖ്യാനം ചെയ്ത് മതബോധന ഗ്രന്ഥം തയ്യാറാക്കിയപ്പോൾ വന്നു ഭവിച്ച ഈ ദുരന്തത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സഭാചാര്യന്മാർക്ക് സാധിക്കില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കത്തോലിക്ക സഭയിലെ അഭിനവ ആചാര്യൻ നടത്തിയ പൈശാചിക ജൽപ്പനം നാം എല്ലാം കേട്ടതാണ്. കത്തോലിക്ക സ്ത്രീകൾ മുയലിനെ പോലെ പെറ്റുകൂട്ടരുത് എന്നാണ് ഒരു വഷളൻ ചിരിയോടെ ഈ മനുഷ്യൻ ജൽപ്പിച്ചത്. സ്വവർഗ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലുള്ള ജൽപ്പനങ്ങളും ഇയാൾ നടത്തിയിട്ടുണ്ട്. സ്വവർഗ വിവാഹം അംഗീകരിച്ചില്ലെങ്കിൽ കത്തോലിക്ക സഭ ചീട്ടുകൊട്ടാരം പോലെ തകരും എന്നാണ് വ്യാജപ്രവാചകൻ അന്ന് പ്രവചിച്ചത്. ബെർഗോളിയുടെ ഈ പ്രവചനത്തോട് ചേർത്ത് വെച്ച് ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ് ഇയാളുടെ വിഡ്ഢിദിന സന്ദേശവും. ഇങ്ങനെ പോയാൽ കത്തോലിക്ക സഭയുടെ സ്ഥാനം പുരാവസ്തു മ്യൂസിയത്തിലായിരിക്കും. ഇതാണ് 2019 വിഡ്ഢിദിന സന്ദേശത്തിൽ ഫ്രാൻസിസ് വ്യക്തമാക്കിയത്. വിഡ്ഢിദിന സന്ദേശം എന്ന് മനോവ പറഞ്ഞത് ആലങ്കാരികമായി മാത്രം പരിഗണിച്ചാൽ മതി. വിഡ്ഢിദിനമായി പരിഗണിക്കപ്പെട്ടിരിക്കുന്ന ഏപ്രിൽ 1 ശേഷം വന്ന ദിവസങ്ങളിലാണ് ബെർഗോളി തൻ്റെ ഉള്ളിലെ പൈശാചിക മോഹം വ്യക്തമാക്കിയത്. ബെർഗോളി എന്ന വ്യാജൻ്റെ ആഗ്രഹവും ലക്ഷ്യവും ഇതുതന്നെയാണെന്ന് വ്യക്തമാക്കിയത് ഇതാദ്യമല്ല. വത്തിക്കാനിൽ വലിഞ്ഞു കയറി വന്ന ഉടനെ തന്നെ വിളിച്ചു പറഞ്ഞതും ഇതുതന്നെയായിരുന്നു. അന്നും സ്വവർഗ ഭോഗികൾക്ക് വേണ്ടിയാണ് ഈ മനുഷ്യരൂപിയിൽ നിന്നും കുരശബ്ദം പുറത്തു വന്നത്. അന്ന് അത് ഏറ്റുപിടിക്കാൻ കേരളത്തിലെ ഇലൂമിനാറ്റി നായകൻ പോൾ തേലേക്കാടനും കർദിനാൾ ആലഞ്ചേരിയും ഉണ്ടായിരുന്നു. ബെർഗോളിയുടെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു: സ്വവർഗരതിക്കാരെ അകറ്റി നിർത്തരുത്, അവർ വിശ്വാസികളാണെങ്കിൽ രക്ഷപ്പെടില്ലെന്ന് പറയാൻ കഴിയില്ല. സ്വവർഗാനുരാഗികളെ കത്തോലിക്ക സഭയുടെ ഭാഗമാക്കാനും ഈ രതിവൈകൃതങ്ങളിൽ ഏർപ്പെടുന്നവരുടെ വിവാഹം സഭയുടെ ആശീർവാദത്തോടെ നടത്തിക്കൊടുക്കാനുമാണ് ഫ്രാൻസിസ് പറഞ്ഞത്. സ്വവർഗ വിവാഹം അംഗീകരിച്ചില്ലെങ്കിൽ കത്തോലിക്ക സഭ ചീട്ടുകൊട്ടാരം പോലെ തകരുമെന്ന് പറഞ്ഞതിലൂടെ ഈ അധമനായ മനുഷ്യൻ ഉദ്ദേശിച്ചത് ഇതുതന്നെയല്ലേ? പുരുഷനും തമ്മിലും സ്ത്രീയും തമ്മിലും രതിവൈകൃതത്തെ വിവാഹം എന്ന കുദാശയിലൂടെ അംഗീകരിക്കണമെന്ന് പറയണമെങ്കിൽ പൈശാചികത അതിൻ്റെ പൂർണ്ണതയിൽ പ്രാപിച്ചവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത്തരം മ്ലേച്ഛതകളെ മഹത്വവൽക്കരിക്കുന്നതും മ്ലേച്ഛത തന്നെയാണ്. അതിനാൽ തന്നെ ബെർഗോളി എന്ന മനുഷ്യരൂപിയെ പിതാവെന്ന് വിളിക്കുന്നവരെ പോലും ശാപം ഗ്രസിക്കുമെന്ന യാഥാർത്ഥ്യം ആരും വിസ്മരിക്കരുത്. മ്ലേച്ഛതയെന്ന് ദൈവം പറഞ്ഞ ഒന്നിനെ മഹത്വവൽക്കരിക്കുന്നത് ദൈവത്തോടുള്ള വെല്ലുവിളിയും അധിക്ഷേപവുമായി മാത്രമേ മനോവ കാണുന്നുള്ളൂ. മ്ലേച്ഛത പ്രവർത്തിക്കുന്നവരെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും മ്ലേച്ഛന്മാർ എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. ഒരു കാര്യം കൂടി ഇവിടെ ചേർത്ത് വെച്ച് ചിന്തിക്കേണ്ടതുണ്ട്. എന്തെന്നാൽ സ്വവർഗരതി എന്ന മ്ലേച്ഛത മൂലമാണ് സോതോം ഗൊമോറ പട്ടണങ്ങളെ ദൈവം അഗ്നിക്കിരയാക്കിയത്. സോതോമിലും ഗൊമോറയിലും സംഭവിച്ചത് കത്തോലിക്ക സഭയിലും സംഭവിക്കണമെന്നാണ് സ്വവർഗ വിവാഹം പള്ളിയിൽ വെച്ച് നടത്തിക്കൊടുക്കണമെന്ന് വാദിക്കുന്നവരുടെ ലക്ഷ്യം. അതെ, കത്തോലിക്ക സഭയുടെ ഉന്മൂലനമാണ് ഇവർ ലക്ഷ്യമിടുന്നത്. എന്തെന്നാൽ സോതോം ഗൊമോറ പട്ടണങ്ങളെ അഗ്നി ഇറക്കി നശിപ്പിച്ച ദൈവം തന്നെയാണ് ഇന്നും ദൈവമെന്ന് ഇവറ്റകൾക്കറിയാം. കത്തോലിക്ക സഭ വളർന്നത് സ്വവർഗഭോഗികളുടെ പിന്തുണയോടെയോ മ്ലേച്ഛതകളോട് മൃദു സമീപനം സ്വീകരിച്ചതിലൂടെയോ അല്ല, മറിച്ച് തിന്മയോട് സന്ധി ചെയ്യാതെയും മ്ലേച്ഛതകളെ അകറ്റി നിർത്തിയുമാണ്. പരസ്യ പാപം ചെയ്യുന്നത് രാജാവാണെങ്കിൽ പോലും മുഖം നോക്കാതെ നടപടിയെടുത്തിരുന്ന കാലത്താണ് കത്തോലിക്ക സഭ വളർന്നത്. എന്നാൽ 2-ാം വത്തിക്കാൻ സൂനോദോസിന് ശേഷം സ്ഥിതിയാകെ മാറി. സഭയുടെ നിയന്ത്രണം പൈശാചിക ശക്തികൾ ഏറ്റെടുത്തു. ദൈവിക നിയമങ്ങൾക്ക് പകരമായി ലോകത്തിൻ്റെ നിയമങ്ങൾ സഭയിൽ ഇവർ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. എതിർ ക്രിസ്തുവിൻ്റെ പ്രതിനിധികളാണ് സഭയുടെ നിയമങ്ങളും ചട്ടങ്ങളും നിശ്ചയിക്കുന്നത്. സ്വവർഗ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലും ജനന നിയന്ത്രണത്തിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. പുരുഷനും സ്ത്രീയും തമ്മിൽ നടക്കേണ്ട പവിത്രവും സ്വാഭാവികവുമായ ബന്ധത്തിന് തുല്യമായി സ്വവർഗ വിവാഹത്തെ അംഗീകരിക്കുന്നതിന് പിന്നിലെ ഒരു ലക്ഷ്യം ജനന നിയന്ത്രണം തന്നെയാണ്. സഭയെ ശാപഗ്രസ്തമാക്കുന്നതോടൊപ്പം വംശവർദ്ധനയിലൂടെയുള്ള സഭയുടെ വളർച്ചയ്ക്ക് തടയിടാനും ഇവർക്ക് സാധിക്കും. ഇത്തരത്തിലുള്ള ആശയങ്ങളുമായി വരുന്നവരെ അവരുടെ ആശയങ്ങളിലെ പൈശാചികതയിലൂടെ തന്നെ തിരിച്ചറിയാൻ കഴിയുന്നിടത്താണ് നമ്മുടെ വിജയം. എന്നാൽ ആധ്യാത്മികതയെ വ്യക്തികൾക്കും സാങ്കേതിക അധികാരസ്ഥാനങ്ങൾക്കും അടിയറ വച്ചിരിക്കുന്ന അടിമകളായി വിശ്വാസ സമൂഹം അധപ്പതിച്ചിരിക്കുന്നു എന്നതാണ് വർത്തമാനകാല യാഥാർത്ഥ്യം. ഈ അവസ്ഥ ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നിടത്തോളം കാലം പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതകളും മങ്ങും. എന്തെന്നാൽ അടിമത്ത മനോഭാവം വെടിഞ്ഞ്
പുനർവിചിന്തനത്തിന് തയ്യാറാകുന്നിടത്താണ് പരിഹാരത്തിനുള്ള വാതിൽ തുറക്കപ്പെടുന്നത്. വന്ധ്യംകരണം പോലെ തന്നെ ക്രൈസ്തവ സഭകളെ വംശനാശത്തിലേക്ക് നയിക്കുന്ന മറ്റൊരു ഭീകരതയാണ് ഷണ്ഡീകരണം. ഇതിന് വിവിധ മാർഗങ്ങൾ കത്തോലിക്ക സഭയിൽ ഇന്നുണ്ട്. ആത്മീയമായി മൃതരായിരിക്കുന്ന പുതുതലമുറ ഇന്ന് വിവാഹം ഉപേക്ഷിച്ച് അവിവാഹിത സാഹസിക കുടുംബജീവിതം, അതായത് ലിവിങ് ടുഗദർ നയിക്കുന്നതിന് ഷണ്ഡീകരണമെന്ന് പറയാൻ കഴിയില്ല. വ്യഭിചാരത്തിന് സാമൂഹികവും നിയമപരവുമായ പരിരക്ഷ നൽകുന്നതിനുള്ള മാർഗമായി മാത്രമേ ഇതിനെ മനോവ കാണുന്നുള്ളൂ. ഇത്തരം ബന്ധങ്ങളിലെ പ്രധാന ഘടകം ലൈംഗികത ആയതുകൊണ്ട് തന്നെ ഇത് ഷണ്ഡീകരണമല്ല, വംശഹത്യയാണ്. എന്നാൽ കത്തോലിക്ക സഭയിൽ ആത്മീയ പരിവേഷത്തോടെ ഔദ്യോഗിക അംഗീകാരത്തോടെയും ഷണ്ഡീകരണം നടക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മസ്തിഷ്ക പ്രക്ഷാളനവും മോഹന വാഗ്ദാനവും വഴി കൗമാരക്കാരെ ഷണ്ഡീകരിക്കുന്ന നിഗൂഢ സംഘം കത്തോലിക്ക സഭയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 10ാം തരത്തിലെ പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്ന കൗമാരക്കാരെ വലവീശി പിടിക്കാൻ വിവിധ സന്യാസ സമൂഹങ്ങളിലെ വനിതാ ഏജൻറ്റുമാർ മത്സരിക്കുന്നത് സീസണൽ കാഴ്ചയാണ്. സഭ എന്തിനു വേണ്ടി കന്യാസ്ത്രീ മഠം സ്ഥാപിച്ചുവോ ആ സ്ഥാപിത ലക്ഷ്യത്തിനു വേണ്ടി അല്ല ഇന്ന് അവ സ്ഥാപിക്കപ്പെടുന്നത്. കന്യകയായി തുടർന്നുകൊണ്ട് പ്രാർത്ഥനാ ജീവിതം നയിക്കാൻ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൾക്ക് അതിനുള്ള സൗകര്യം എന്ന നിലയിൽ സഭയൊരുക്കിയ ക്രമീകരണമാണ് കന്യാസ്ത്രീ മഠം. കന്യാസ്ത്രീ മഠം എന്ന സംവിധാനം ക്രൈസ്തവ സഭയിലാണ് സ്ഥാപിതമായതെങ്കിലും യഹൂദ പാരമ്പര്യത്തിലും അപ്പസ്തോലന്മാരുടെ കാലത്തെ പാരമ്പര്യത്തിലും മറ്റു ചില ക്രമീകരണങ്ങൾ കാണാൻ കഴിയും. കന്യകമാരായി പ്രാർത്ഥനാ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കും സമാന ജീവിതം ആഗ്രഹിക്കുന്ന പുരുഷന്മാർക്കും പരസ്പര ധാരണ പ്രകാരം ഒരുമിച്ച് ജീവിക്കാനുള്ള സൗകര്യമാണത്. വിവാഹ നിശ്ചയം നടത്തി ഒരുമിച്ച് ജീവിക്കുമെങ്കിലും ഇവർക്കിടയിൽ ശാരീരിക ബന്ധം ഉണ്ടാകില്ല. ഈ ക്രമീകരണങ്ങളെക്കുറിച്ചും കന്യാസ്ത്രീ മഠത്തിൻ്റെ സ്ഥാപനത്തെക്കുറിച്ചുമെല്ലാം വ്യക്തമാക്കുന്ന ലേഖനം മനോവയുടെ താളുകളിലുണ്ട്. ഈ ലേഖനത്തിന് ചുവടെ ചേർത്തിരിക്കുന്ന ലിങ്കുകളിൽ അവ വായിക്കാൻ കഴിയും. എന്നാൽ ഈ വിഷയത്തിൽ യേശുവ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക. എന്തെന്നാൽ ഷണ്ഡന്മാരായി ജനിക്കുന്നവരുണ്ട്, മനുഷ്യരാൽ ഷണ്ഡന്മാരാക്കപ്പെടുന്നവരുണ്ട്, സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ഡരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായം 12-ാം വാക്യം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3 തരം ഷണ്ഡത്വങ്ങളെക്കുറിച്ചാണ്. അതിൽ സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ഡരാക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് നാം പറഞ്ഞു വന്നത്. അതായത് കന്യാസ്ത്രീ മഠം എന്നത് വചനവിരുദ്ധമായ ആശയത്തിൻ്റെ സൃഷ്ടിയല്ല. എന്നാൽ ഇന്നത്തെ കന്യാസ്ത്രീ മഠങ്ങൾ തികച്ചും വചനവിരുദ്ധമാണെന്ന് മാത്രമല്ല, ക്രൈസ്തവ യുവതികൾക്ക് അതൊരു കെണിയുമാണ്. യേശുവ അരുളി ചെയ്ത വചനത്തിലെ 2ാമത്തെ വിഭാഗത്തെ ഇവരാണ് സൃഷ്ടിക്കുന്നത്. ഈ വിഷയത്തെ വിശകലനം ചെയ്യുന്ന ലേഖനത്തിൻ്റെ ലിങ്ക് ചുവടെ ചേർക്കുന്നുണ്ടെങ്കിലും ഈ ലേഖനത്തിൻ്റെ പൂർണ്ണതയ്ക്കായി ഇവിടെ ചിലത് കുറിക്കേണ്ടിയിരിക്കുന്നു. നല്ല ഉദ്ദേശ്യത്തോടെ ആരംഭിച്ച ഒരു സ്ഥാപനത്തെ എങ്ങനെയാണ് പിശാച് തൻ്റെ ആസ്ഥാന മന്ദിരമാക്കി മാറ്റുന്നതെന്നറിയാൻ കന്യാസ്ത്രീ മഠങ്ങളുടെ ഉത്ഭവവും പരിണാമവും പരിശോധിച്ചാൽ മതി. കന്യകമാരായി പ്രാർത്ഥനാ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കായി ഒരുക്കപ്പെട്ട അഭയകേന്ദ്രമായിരുന്നു അന്ന് കന്യാസ്ത്രീ മഠം. എന്നാൽ ഇന്നത്തെ കന്യാസ്ത്രീ മഠങ്ങൾ മനുഷ്യാവകാശ ധ്വംസനത്തിൻ്റെ തടങ്കൽ പാളയങ്ങളാണ്. പക്വത പ്രാപിക്കാത്ത കൗമാരത്തിൽ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് ഇരയായി വഞ്ചിക്കപ്പെട്ടവരുടെ സമൂഹങ്ങളായി കന്യാസ്ത്രീ മഠങ്ങൾ മാറിയിട്ടും സത്യം മറച്ചു വയ്ക്കപ്പെടുന്നു. ഇന്ന് മഠങ്ങളിൽ ജീവിക്കുന്ന സ്ത്രീകളിൽ 90% അവിടെ അകപ്പെട്ടു പോയവരാണ്. മടങ്ങി വന്നാൽ സ്വഭവനങ്ങളിൽ സ്വീകരിക്കാത്ത സാമൂഹിക പശ്ചാത്തലവും ഇന്നുണ്ട്. മടങ്ങിപ്പോക്കിനെ തടയുന്നതിനായി മഠാധികാരികൾ ഉയർത്തുന്നത് ദൈവകോപത്തിന് പാത്രമാകുമെന്ന വാദമാണ്. മനഃപ്പാടമാക്കിയ ചില നമസ്കാരങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ചൊല്ലുന്നതിനപ്പുറം ദൈവം ആരാണെന്ന് പോലും നിശ്ചയമില്ലാത്ത ദുരവസ്ഥയിലാണ് മഠങ്ങളിലെ അന്തേവാസികളുടെ ജീവിതം. ബൈബിൾ പഠിക്കുന്നതിന് വിലക്കുള്ള മഠങ്ങളുമുണ്ട്. കന്യകമാരായി തുടർന്നുകൊണ്ട് പ്രാർത്ഥനാ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ആരംഭിച്ച മഠങ്ങളിൽ ഇന്നില്ലാത്തത് പ്രാർത്ഥനാ ജീവിതം മാത്രമാണ്. മറ്റുള്ളവരാൽ ഷണ്ഡരാക്കപ്പെടുന്നവരുടെ കേന്ദ്രങ്ങളായി ഇന്ന് മഠങ്ങൾ മാറിയെങ്കിൽ പുനർവിചിന്തനം ഈ കേന്ദ്രങ്ങളുടെ കാര്യത്തിലും അനിവാര്യമായിരിക്കുന്നു. സഭ അടിയന്തിരമായി ഇടപെടേണ്ട വിഷയമാണിത്. സ്കൂളുകളും ആശുപത്രികളും നടത്താൻ കന്യകമാരുടെ ആവശ്യമില്ല. സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ
അല്ല സ്ത്രീ രക്ഷിക്കപ്പെടുന്നത്. ബൈബിൾ അവൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇതാണ്: സ്ത്രീ വിനയത്തോടെയും വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധിയിലും ഉറച്ചു നിൽക്കുന്നെങ്കിൽ മാതൃത്വത്തിലൂടെ അവൾ രക്ഷിക്കപ്പെടും. തിമോത്തിയോസിന് എഴുതിയ 1 ലേഖനത്തിലെ 2 അധ്യായം 15 വാക്യം. സാമ്പത്തിക പരാധീനതകൾ മൂലമാണ് ഒരു യുവതി മഠത്തിൽ ചേരുന്നതെങ്കിൽ അവളെ മഠത്തിൽ സ്വീകരിക്കുകയല്ല വേണ്ടത്. അവളെ വിവാഹം കഴിപ്പിച്ചയക്കാൻ സഭയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇതുപോലെ വിവാഹം കഴിപ്പിക്കേണ്ട മറ്റൊരു വിഭാഗം കൂടി കത്തോലിക്ക സഭയുടെ ഭാഗമെന്ന വണ്ണം തുടരുന്നുണ്ട്. അത് ലിവിങ് ടുഗദർ എന്ന അവിഹിത സാഹസിക കുടുംബജീവിതം രഹസ്യമായി നയിക്കുന്ന പുരോഹിത ശുശ്രൂഷകരും മഠവാസിനികളുമാണ്. ഇന്ത്യയിൽ നിന്നും മറ്റിതര ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്പിലെ കത്തോലിക്ക സഭയെ സേവിക്കാൻ പോയിരിക്കുന്ന പുരോഹിത ശുശ്രൂഷകരുടെയും കന്യാസ്ത്രീ വേഷധാരിണികളുടെയും കാര്യമാണ് മനോവ പറഞ്ഞത്. അത്രത്തോളം ദുഷിച്ച അവസ്ഥയിലാണ് ഇന്ന് കത്തോലിക്ക സഭയിലെ ഈ വിഭാഗം. നിർബന്ധിത ഷണ്ഡീകരണത്തിൻ്റെ ഇരകളായി മഠങ്ങളിൽ കഴിയുന്നവരെ വലവീശി പിടിക്കാൻ സംഘടിതമായി പ്രവർത്തിക്കുന്ന നികൃഷ്ട ജന്മങ്ങൾ വൈദികരുടെ ഇടയിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. മനോവ ഉന്നയിക്കുന്നത് വെറും ആരോപണമല്ല. സഭയിലെ ഉന്നതർക്കെല്ലാം ഈ സത്യം അറിയാമെങ്കിലും ആർക്കും ഇക്കാര്യത്തിൽ എതിർപ്പില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തെന്നാൽ പുരോഹിത ശുശ്രൂഷകരിൽ മാത്രം ഒതുങ്ങുന്നതല്ല സഭയ്ക്ക് ഉള്ളിൽ നുഴഞ്ഞു കയറിയിരിക്കുന്ന പൈശാചികതയുടെ സാന്നിധ്യം. കേപ്പായുടെ സിംഹാസനത്തിൽ പോലും മ്ലേച്ഛത സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. കത്തോലിക്ക സഭയിലെ വംശവർധന നിലച്ചു പോകുന്നുവെങ്കിൽ ആരെയാണ് നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കുന്നത്? സഭയ്ക്ക് പുറത്തുള്ള ആരെയെങ്കിലും ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ദൈവിക നിയമങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള നിയമങ്ങളും ദൈവവചന വിരുദ്ധമായ ചട്ടങ്ങളും നിർമ്മിച്ചുകൊണ്ട് സ്വയം വരുത്തിവെച്ച ദുരന്തമാണ് കത്തോലിക്ക സഭ ഇന്ന് അനുഭവിക്കുന്നത്. വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകാനും പുത്രീപുത്രന്മാരെ വിവാഹം കഴിപ്പിക്കാനും ദൈവം ഉപദേശിച്ചപ്പോൾ നിർബന്ധിത ഷണ്ഡീകരണം നടപ്പാക്കാൻ സ്ഥാപനങ്ങൾ തുറന്നു വച്ചിരിക്കുകയാണ് സഭാചാര്യന്മാർ. ഷണ്ഡീകരിക്കപ്പെടാൻ തയ്യാറായി വരുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടായാൽ അത് ദൈവവിളിയുടെ കുറവായി പരിഗണിച്ച് വിലാപവും പ്രാർത്ഥനയും പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മെ അയച്ചത് ഷണ്ഡീകരിക്കപ്പെട്ട തലമുറയെ വാർത്തെടുക്കാനാണോ? ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഷണ്ഡത്വത്തിലേക്കാണോ? ഒരു യാഥാർത്ഥ്യം നാം വിസ്മരിക്കരുത്. എന്തെന്നാൽ 1-2 മക്കളിൽ ഒതുങ്ങുന്നതാണ് ഇന്നത്തെ ക്രൈസ്തവ കുടുംബം. ഒരാണും ഒരു പെണ്ണും എന്ന അനുപാതം നിലനിർത്താൻ ഇന്നത്തെ ദമ്പതികൾ വളരെയധികം ശ്രദ്ധിക്കുന്നു. മക്കളുടെ ആൺ-പെൺ അനുപാതം 1:1 ആയി നിലനിർത്താൻ ഗർഭപാത്രങ്ങളെ കൊലക്കളങ്ങളാക്കുന്ന അവസ്ഥയുമുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. സന്താനങ്ങളെ ജനിപ്പിക്കുന്ന കാര്യത്തിൽ 1:1 എന്ന അനുപാതം വിട്ടുവീഴ്ചയില്ലാതെ സൂക്ഷിക്കുന്നതിൻ്റെ പ്രത്യാഘാതം നിസ്സാരമാണെന്ന് ആരും കരുതരുത്. എന്തെന്നാൽ മറ്റേതൊരു സമൂഹത്തിലെന്നതിനേക്കാൾ ഇത് പ്രതികൂലമായി ബാധിക്കുന്നത് കത്തോലിക്ക സഭയിലാണ്. കാരണം മറ്റു സമൂഹങ്ങളെയെല്ലാം പൊതുവായി ബാധിക്കുന്ന പ്രതികൂല ഘടകങ്ങൾ കൂടാതെ കത്തോലിക്ക സഭയെ മാത്രം ബാധിക്കുന്ന ചില ദുരന്തങ്ങൾ ഈ വിഷയത്തിലുണ്ട്. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും മരണമടയുന്നവരുടെ തലമുറ അവരിൽ തന്നെ അവസാനിക്കുന്നുവെന്ന ദുരവസ്ഥ എല്ലാ വിഭാഗങ്ങളെയും പൊതുവായി ബാധിക്കുന്നതാണ്. വന്ധ്യത മൂലം പരമ്പര നിലയ്ക്കുന്നതും പൊതു ദുരന്തമായി കാണാൻ കഴിയും. എന്നാൽ നിർബന്ധിത ഷണ്ഡീകരണം എന്ന മഹാദുരന്തം കത്തോലിക്ക സഭയിൽ മാത്രമുള്ളതാണ്. മുൻകാലങ്ങളിൽ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി വ്യക്തികളെ തിരഞ്ഞെടുക്കുമ്പോൾ ഒന്നിലധികം ആൺമക്കളുള്ള ഭവനങ്ങളിൽ നിന്ന് മാത്രം തിരഞ്ഞെടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഇന്ന് അത് സാധിക്കില്ലെന്ന് നമുക്കറിയാം. ഇവിടെയാണ് പുനർവിചിന്തനം അനിവാര്യമാകുന്നത്. ഇന്ന് 100 കണക്കിന് സന്യാസ സമൂഹങ്ങൾ കത്തോലിക്ക സഭയുടെ ഭാഗമായി സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം. സാമൂഹ്യ സേവനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന മുഴുവൻ കോൺഗ്രിഗേഷനുകളെയും പിരിച്ചുവിടാനുള്ള ആർജവമാണ് ആദ്യമുണ്ടാകേണ്ടത്. കൂദാശകൾ പരികർമ്മം ചെയ്യാനും സുവിശേഷം പ്രസംഗിക്കാനുമല്ലാതെ പൗരോഹിത്യ ശുശ്രൂഷകരെ കത്തോലിക്ക സഭയ്ക്ക് ആവശ്യമില്ല. അനേകം കന്യാസ്ത്രീ മഠങ്ങളുടെ ആവശ്യവും കത്തോലിക്ക സഭയ്ക്കില്ല. പ്രാർത്ഥനാ ജീവിതത്തിനു വേണ്ടി കന്യകയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സൗകര്യാർത്ഥം ഒരു രൂപതയുടെ പരിധിയിൽ ഒരു കന്യാസ്ത്രീ മഠം മാത്രമേ പാടുള്ളൂ. വിവാഹപ്രായം കഴിഞ്ഞവരും പക്വതയോടെ സ്വയം തീരുമാനമെടുത്തവരുമായ സ്ത്രീകൾക്ക് മാത്രം അവിടെ പ്രവേശനം നൽകുക. പ്രണയനിരാശയോ സാമ്പത്തിക പരാധീനതയോ മൂലം വിവാഹം വേണ്ടെന്ന് വെച്ചവരെ കന്യാസ്ത്രീ മഠങ്ങളിൽ സ്വീകരിക്കരുത്. പ്രണയനിരാശ ബാധിച്ചവർക്ക് അഭയം നൽകിയാൽ അത് വലിയ ബാധ്യതയായി മാറും. സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ഒരു പെൺകുട്ടി അവിവാഹിതയായി ജീവിക്കുന്നുവെന്ന് കണ്ടാൽ അവളുടെ വിവാഹം നടത്തി കൊടുക്കാൻ സഭ തയ്യാറാകണം.
കത്തോലിക്ക സഭയ്ക്ക് അതിനുള്ള സാമ്പത്തിക ഭദ്രതയും മറ്റു സൗകര്യങ്ങളും ഇന്നുണ്ട്. വിജാതിയരുടെ ഇടയിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തി നശിപ്പിച്ചു കളയുന്ന സമ്പത്തിൻ്റെ 100-ൽ 1 ഭാഗം ചിലവഴിച്ചാൽ സാമ്പത്തിക പരാധീനതയുടെ പേരിൽ ഒരു കത്തോലിക്ക യുവതിയും പുര നിറഞ്ഞു നിൽക്കില്ല. വിജാതീയ സംരക്ഷണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കാരിത്താസ് ഇൻ്റർനാഷണൽ എന്ന നിഗൂഢ സംഘടനയെ പിരിച്ചുവിടുകയും ആ സ്ഥാപനത്തിലൂടെ ചിലവഴിച്ചുകൊണ്ടിരിക്കുന്ന സഹസ്ര കോടികൾ സ്വന്തം സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായി ചിലവഴിക്കുകയും ചെയ്താൽ കത്തോലിക്ക സഭയിൽ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. ആദിമ സഭ അങ്ങനെയാണ് നമുക്ക് മാതൃക കാണിച്ചു തന്നിരിക്കുന്നത്. ആദ്യം മക്കൾ ഭക്ഷിക്കട്ടെ, മക്കൾ ഭക്ഷിച്ച് തൃപ്തരായിട്ട് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കാം. പള്ളികൾ അലങ്കരിക്കാനും പുരോഹിത ശുശ്രൂഷകർക്ക് വച്ചു വിളമ്പാനും കന്യാസ്ത്രീമാരുടെ ആവശ്യമില്ല. പള്ളിമേടകളിൽ ചുറ്റിത്തിരിയാനല്ല, മഠങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനും വചനം ധ്യാനിക്കാനുമാണ് കന്യാസ്ത്രീമാരുടെ സമർപ്പണം. കന്യകാത്വം കാത്തുസൂക്ഷിച്ച് പ്രാർത്ഥനയിലും ഉപവാസത്തിലും ജീവിക്കാൻ സമർപ്പിക്കപ്പെട്ട സ്ത്രീകളുടെ വാസസ്ഥലങ്ങളിൽ പുരുഷന്മാർ കയറി ഇറങ്ങാനും പാടില്ല. പുരോഹിത ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ട പുരുഷനാണെങ്കിൽ പോലും മഠത്തിലെ നിയമം അതുതന്നെയായിരിക്കണം. സാത്താന് ഒരിക്കലും നാം അവസരം കൊടുക്കരുത്. എന്തെന്നാൽ അവൻ അവസരം തേടി നടക്കുകയാണ്. ഈ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കാൻ മനോവ ഇവിടെ ശ്രമിക്കുന്നില്ല. ഈ ഉപശീർഷകത്തിൽ ചർച്ചയ്ക്കെടുത്ത വിഷയം പൂർത്തിയാക്കാം. കത്തോലിക്ക സഭ ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്നതിൻ്റെ 2 കാരണങ്ങളാണ് ഈ ഉപശീർഷകത്തിൽ ചർച്ചയ്ക്കെടുത്തത്. ജനന നിയന്ത്രണവും വിശ്വാസത്യാഗവുമാണ് കത്തോലിക്ക സഭയെ വംശനാശത്തിലേക്ക് നയിക്കുന്ന 2 ഘടകങ്ങളെന്ന് മനോവ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ജനന നിയന്ത്രണത്തിൻ്റെ വിവിധ രൂപങ്ങൾ നാം മനസ്സിലാക്കി കഴിഞ്ഞു. വന്ധ്യംകരണം പോലെ തന്നെ നിർബന്ധിത ഷണ്ഡീകരണവും വംശനാശത്തിന് കാരണമാകുന്നുവെന്ന് നാം തിരിച്ചറിഞ്ഞു. കത്തോലിക്ക സഭയിൽ മാത്രം പ്രാബല്യത്തിലുള്ള നിർബന്ധിത ഷണ്ഡീകരണം അവസാനിപ്പിക്കാൻ വിശ്വാസികൾക്ക് സാധിക്കും. എങ്ങനെയെന്നാൽ സഭാ മാനേജർമാർ ഇനിയും വലയുമായി കൗമാരക്കാരെ തേടിയെത്തുമ്പോൾ അവരുടെ വലയിൽ കുരുങ്ങാതിരുന്നാൽ മാത്രം മതി. മക്കളെ റാഞ്ചാൻ ഇറങ്ങുന്ന കഴുകന്മാർക്ക് അവരെ എറിഞ്ഞു കൊടുക്കാതിരിക്കുക. മക്കൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ അവർ തന്നെ നിശ്ചയിക്കട്ടെ അവരുടെ ജീവിതാന്തസ്. വിശ്വാസത്യാഗം എന്ന ദുരന്തത്തെക്കുറിച്ചാണ് നാം ഇനി പരിശോധിക്കുന്നത്. ഒരുവൻ താൻ വിശ്വസിച്ചിരുന്ന വിശ്വാസങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു വിശ്വാസം സ്വീകരിക്കുന്നുവെങ്കിൽ പ്രധാനമായും 2 കാരണങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഒരു കാരണം, താൻ വിശ്വസിച്ചു പോന്ന ആശയത്തേക്കാൾ ശ്രേഷ്ഠവും സത്യവുമായ ആശയത്തെ കണ്ടെത്തുമ്പോൾ അവൻ തൻ്റെ പഴയ വിശ്വാസത്തെ ഉച്ഛിഷ്ടം പോലെ ഉപേക്ഷിച്ച് സത്യവും ശ്രേഷ്ഠവുമായതിനെ സ്വീകരിക്കുന്നു. ഇത് ക്രൈസ്തവരുടെ വിശ്വാസത്യാഗത്തിന് ആധാരമാകാവുന്ന കാരണമല്ല. എന്തെന്നാൽ നിത്യജീവനെ സംബന്ധിച്ച് വ്യക്തവും വിശ്വാസയോഗ്യവും സ്ഥിരീകരിക്കപ്പെട്ടതുമായ മറ്റൊരു മാർഗം ഇന്നോളം ഒരു മതവും പ്രഖ്യാപിച്ചിട്ടില്ല. മരണശേഷം ഉദ്ധാനം ചെയ്തുകൊണ്ട് പുനരുദ്ധാനത്തിന് സ്ഥിരീകരണം നൽകിയ ഒരേയൊരു മതസ്ഥാപകൻ ക്രിസ്തു മാത്രമാണ്. അനേകരെ സാക്ഷിയാക്കി സ്വർഗാരോഹണം ചെയ്ത ഒരു മതസ്ഥാപകനും ക്രിസ്തു തന്നെ. അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിൽ നിന്ന് മറ്റൊരു വിശ്വാസത്തിലേക്ക് പരിവർത്തിതരാകാൻ തലയ്ക്ക് വെളിവുള്ള ആരും തയ്യാറാകില്ല. ക്രിസ്തീയതയുടെ നിസ്തുല്യതയും അനന്യതയും പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. മറ്റേതെങ്കിലും മതത്തിൽ ഇങ്ങനെയൊരു പ്രഖ്യാപനമുണ്ടോ? സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് വന്ന ഒരേ ഒരു ദൈവം യേശുവ മാത്രമാണ്. ആയതിനാൽ ക്രിസ്തീയ വിശ്വാസം ത്യജിക്കാൻ മേൽപ്പറഞ്ഞ കാരണം മതിയായതല്ല. അങ്ങനെയെങ്കിൽ വിശ്വാസത്യാഗത്തിനുള്ള 2ാമത്തെ സാധ്യത ഏതാണ്? അതാണ് അജ്ഞത. ദൈവത്തെക്കുറിച്ചും ദൈവത്തിൽ നിന്നുള്ള രക്ഷയെക്കുറിച്ചും അജ്ഞത പുലർത്തുന്നവർ ക്രൈസ്തവ മേൽവിലാസത്തിൽ ജീവിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്യാഗം എന്നത് സ്വാഭാവികമായി വന്നു ഭവിക്കാവുന്ന ദുരന്തം മാത്രമാണ്. ക്രിസ്തീയതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തതയോടെ പഠിപ്പിക്കാൻ സഭയിലെ ആചാര്യന്മാർ തയ്യാറാകാത്തതാണ് ഈ ദുരന്തത്തിന് ആധാരം. കത്തോലിക്ക സഭയുടെ മതബോധനം എന്ന പേരിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വഴി പിഴപ്പിക്കുന്ന ആശയങ്ങളുടെ സമാഹാരമാണ്. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കാത്ത ഒരുവൻ പോലും സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന സത്യം മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്നു. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായുള്ളത് യേശുവായുടെ നാമം മാത്രമാണെന്ന സത്യവും തള്ളിക്കളഞ്ഞു.
എല്ലാ മതത്തിലും രക്ഷയുണ്ട് എന്ന നുണയുടെ പ്രചാരകരായി കത്തോലിക്ക സഭയിലെ മാനേജർമാർ അധപ്പതിച്ചു. സഭയുടെ അടിസ്ഥാന പ്രബോധനങ്ങളെ തള്ളിക്കളഞ്ഞ വ്യാജ ഇടയന്മാരാണ് ഇന്ന് കത്തോലിക്ക സഭയിലെ വിശ്വാസികളെ നയിക്കുന്നത്. ഈ ഇടയന്മാരെ അനുഗമിക്കുന്നവരുടെ അന്ത്യം വിശ്വാസത്യാഗമാണ്. സത്യദൈവത്തിൻ്റെ സഭയിൽ നിന്ന് വ്യാജമതങ്ങളിലേക്ക് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇടയന്മാരുടെ വ്യാജ പ്രബോധനമാണ്. ഈ പ്രവചനം ശ്രദ്ധിക്കുക. ഇടയന്മാർ വഴി തെറ്റിച്ച് മലകളിൽ ചിതറി നഷ്ടപ്പെട്ട ആടുകളാണ് എൻ്റെ ജനം. അവ മലകളും കുന്നുകളും താണ്ടി തങ്ങളുടെ ആല മറന്നുപോയി. കണ്ടവർ അവയെ വിഴുങ്ങി. ഇരമിയാഹിൻ്റെ പ്രവചനം 50-ാം അധ്യായം 6-ാമത്തെ വാക്യം. കത്തോലിക്ക സഭയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കിൻ്റെ അടിസ്ഥാന കാരണമാണ് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തീയത ഉപേക്ഷിച്ച് ഹിന്ദുമതത്തിലേക്കും ബുദ്ധമതത്തിലേക്കും സിഖ് മതത്തിലേക്കും ഇസ്ലാം മതത്തിലേക്കും ചേക്കേറുന്നവരുടെ സംഖ്യ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോകുന്നവരിൽ ഏറെയും ചെന്നെത്തുന്നത് ഹിന്ദുമതത്തിലാണ്. കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. സത്യം ഇതാണ്. കാനഡയെ ഹിന്ദുരാഷ്ട്രമാക്കാൻ അരയും തലയും മുറുക്കി സംഘപരിവാർ രംഗത്തുണ്ട്. യൂറോപ്പിലും ഓസ്ട്രേലിയയിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഇതൊന്നും അറിയാതെയോ അറിയാത്തതായി ഭാവിച്ചോ ആണ് സഭാ മാനേജർമാർ വിഹരിക്കുന്നത്. 130 കോടി അംഗങ്ങളുണ്ടെന്ന് മേനി പറഞ്ഞ് നടക്കുന്നവർ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വരാൻ തയ്യാറാകണം. സാങ്കേതികമായി സഭയിലെ അംഗങ്ങളായിരിക്കുന്നവരിൽ ഭൂരിഭാഗവും വിശ്വാസികളല്ല എന്നതാണ് യാഥാർത്ഥ്യം. ആർക്കും വിഴുങ്ങാൻ പാകത്തിനാണ് കത്തോലിക്ക സഭയിലെ വിശ്വാസികളെ ഒരുക്കി നിർത്തിയിരിക്കുന്നത്. അല്ലായിരുന്നുവെങ്കിൽ ഹിന്ദുമതത്തിലേക്ക് പോലും ആകർഷിക്കപ്പെടുന്ന അവസ്ഥയിൽ ഇവർ ആയിത്തീരുമായിരുന്നില്ല. പിശാചിൻ്റെതായി ബൈബിൾ വെളിപ്പെടുത്തിയിട്ടുള്ള എല്ലാ അടയാളങ്ങളും ധരിക്കുന്ന ഏക മതമാണ് ഹിന്ദുമതം. മന്ത്രവാദികൾ, ക്ഷുദ്രവിദ്യക്കാർ, ആഭിചാരക്കാർ, മ്ലേച്ഛ വിഗ്രഹങ്ങൾ, വെളിച്ചപ്പാടുമാർ തുടങ്ങിയ എല്ലാ അടയാളങ്ങളും ഹിന്ദുമതത്തിലുണ്ട്. മാത്രവുമല്ല, ദേവദാസി സമ്പ്രദായം എന്ന പൈശാചിക അടയാളം മറ്റൊരു മതത്തിനും കണ്ടെത്താൻ സാധിക്കില്ല. തിന്മയുടെ പ്രതീകമായ സർപ്പത്തെ വിളക്ക് വെച്ച് ആരാധിക്കുന്ന മറ്റേതു ജനതയാണ് ഈ ഭൂമുഖത്തുള്ളത്? പൈശാചികതയുടെ എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ മതം ഹിന്ദുമതമാണ്. ഈ മതത്തിനു പോലും വിശ്വാസികളെ സംഭാവന ചെയ്യാൻ പാകത്തിനാണ് കത്തോലിക്ക സഭയിലെ അഭിനവ ഇടയന്മാർ മതബോധനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വിശ്വാസത്യാഗത്തിന് വേണ്ടി ഇതിനപ്പുറം എന്ത് അനുകൂല സാഹചര്യമാണ് ഒരുക്കേണ്ടത്? മിശ്രവിവാഹം എന്ന ഭീകരത. സ്വന്തം സമുദായത്തിൽ നിന്ന് അന്യ സമുദായത്തിലേക്ക് ആഘോഷപൂർവം യുവതികളെ വിവാഹം ചെയ്തയക്കുന്ന ഒരേ ഒരു സമൂഹമേ ഈ ഭൂമുഖത്തുള്ളൂ. കത്തോലിക്ക സഭയുടെ മേൽവിലാസത്തിലാണ് ഈ ആഭാസം നടക്കുന്നതെന്ന് നമുക്കെല്ലാം അറിയാം. എന്നാൽ ഇങ്ങനെ വിവാഹിതരാകുന്ന വ്യക്തികളോ അതിന് കാർമ്മികത്വം വഹിക്കുന്ന നീളം കുപ്പായക്കാരോ കത്തോലിക്ക സഭയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടവരാണെന്ന് പലർക്കും അറിയില്ല. ദൈവത്തിൻ്റെ നിയമങ്ങളെ ലംഘിക്കാൻ ഒരുവൻ മനസ്സിൽ തീരുമാനമെടുക്കുന്ന നിമിഷം തന്നെ അവൻ ദൈവത്തിൻ്റെ സഭയിൽ നിന്നും വിച്ഛേദിക്കപ്പെടും. ഒരു പാത്രം പയറുപായസത്തിന് വേണ്ടി കടിഞ്ഞുൽ പുത്രസ്ഥാനം വേണ്ടെന്ന് വെച്ച ഏസാവിന് നഷ്ടമായത് പിതാവിൻ്റെ അനുഗ്രഹം മാത്രമായിരുന്നില്ല, ദൈവത്തിൻ്റെ വിളി കൂടിയായിരുന്നു. ബൈബിളിൽ ഇപ്രകാരം നാം വായിക്കുന്നു: ഏസാവ് തൻ്റെ കടിഞ്ഞൂൽ അവകാശം നിസ്സാരമായി കരുതി. ഉൽപ്പത്തി പുസ്തകം 25-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യം. കടിഞ്ഞൂൽ അവകാശത്തെ നിസ്സാരമായി കരുതിയ ഏസാവ് ദൈവസന്നിധിയിൽ നിന്ന് തിരസ്കൃതനായതുപോലെ ക്രിസ്തീയതയെ നിസ്സാരമായി കരുതുന്ന ഏതൊരുവനും സഭയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും. അതായത് മിശ്രവിവാഹം എന്ന പേരിൽ കത്തോലിക്ക സഭയുടെ ആരാധനാലയങ്ങളിൽ നടക്കുന്ന സെക്കുലർ കൂടിച്ചേരലുകളിൽ കത്തോലിക്കരോ ക്രിസ്ത്യാനികളോ ഇല്ല. മറിച്ച് കത്തോലിക്ക സഭയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട വ്യക്തിയും വിജാതീയനും തമ്മിലുള്ള കൂടിച്ചേരൽ മാത്രമാണത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, കത്തോലിക്ക സഭയിൽ അംഗമായിരുന്ന ഒരു വ്യക്തിക്ക് നിത്യനാശത്തിലേക്ക് യാത്രയയപ്പ് നൽകുന്ന ചടങ്ങാണത്. ഇടയന്മാരുടെ പൈശാചികതയും കെടുകാര്യസ്ഥതയും തിരിച്ചറിയേണ്ടത് ഇവിടെയാണ്. കത്തോലിക്ക സഭയിൽ അല്ലാതെ മറ്റേതെങ്കിലും സമൂഹത്തിൽ ഇത്തരം ആഭാസം അരങ്ങേറുന്നുണ്ടോ? ആദിവാസി ഗോത്രങ്ങളിൽ പോലും കാണാത്ത ദുരാചാരമാണിത്. അവർ തങ്ങളുടെ ഗോത്രത്തിൽ നിന്ന് മറ്റൊരു ഗോത്രത്തിലേക്ക് മക്കളെ നൽകാറില്ല.
ആടുകൾ സ്വന്തമല്ലാത്ത ഇടയന്മാരുടെ കെടുകാര്യസ്ഥതയ്ക്ക് കത്തോലിക്ക സഭയിലെ സ്വയം പ്രഖ്യാപിത നേതാക്കന്മാരാണ് ഏറ്റവും വലിയ ദൃഷ്ടാന്തം. മിശ്ര വിവാഹത്തിന് കാർമ്മികത്വം വഹിക്കാൻ തയ്യാറാകുന്ന ഇവരെ തൻ്റെ സഭയുടെ കാര്യസ്ഥരായി ക്രിസ്തു നിയോഗിക്കുമെന്ന് കരുതരുത്. എന്തെന്നാൽ അന്യദേവന്മാരിലേക്ക് നയിക്കുന്ന ആശയങ്ങളുമായി ആരെയും ദൈവം തൻ്റെ ജനത്തിനരികിലേക്ക് അയക്കില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് അവിടുന്ന് തന്നെയാണ്. കത്തോലിക്ക സഭയിലെ മുതലാളിമാർക്ക് ഈ വിശ്വാസികളുടെ ആത്മനാശം ഒരു പ്രശ്നമല്ല. അതിനാൽ തന്നെ ഇവരെ അയച്ചത് ക്രിസ്തുവാണെന്ന് ആരും പറയരുത്. യാഹ്വേയുടെ കൽപ്പന ശ്രദ്ധിക്കുക. അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്. നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയോ അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്ക് വേണ്ടി സ്വീകരിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ മറ്റു ദേവന്മാരെ സേവിക്കാനായി നിങ്ങളുടെ മക്കളെ എന്നിൽ നിന്ന് അവർ അകറ്റിക്കളയും. അപ്പോൾ യാഹ്വേയുടെ കോപം നിങ്ങൾക്കെതിരെ ജ്വലിക്കുകയും നിങ്ങളെ വേഗം നശിപ്പിച്ചു കളയുകയും ചെയ്യും. നിയമാവർത്തന പുസ്തകം 7-ാം അധ്യായം 3-4 വാക്യങ്ങൾ. യാഹ്വേയുടെ ഈ കൽപ്പന നിലനിൽക്കെ അന്യമതസ്ഥരുമായുള്ള വിവാഹം പള്ളിയിൽ വെച്ച് നടത്തിക്കൊടുക്കാൻ തയ്യാറാകുന്ന മെത്രാന്മാരുടെ ലക്ഷ്യമെന്താണ്? ഇതൊരു പൈശാചിക അജണ്ടയാണ്. ഈ ഭൂമിയിലുള്ള ഒരു മതങ്ങളും മിശ്രവിവാഹം നടത്തിക്കൊടുക്കുന്നില്ല. ഇസ്ലാം മതത്തിൽപ്പെട്ട 2 വ്യക്തികൾ തമ്മിലുള്ള വിവാഹം മാത്രമേ ഇസ്ലാം മതത്തിൽ കൊടുക്കുകയുള്ളൂ. ഏതെങ്കിലും ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള വിവാഹം മാത്രമാണ് ഹിന്ദു മതത്തിൽ നടത്തിക്കൊടുക്കപ്പെടുന്നത്. ഒരാൾ മറ്റേതെങ്കിലും മതത്തിൽപ്പെട്ടയാളാണെങ്കിൽ ആ വ്യക്തി വിവാഹത്തിന് മുൻപ് തന്നെ തങ്ങളുടെ മതത്തിലേക്ക് ചേരണമെന്നതാണ് ഇസ്ലാം മതത്തിലെയും ഹിന്ദു മതത്തിലെയും വിവാഹ നിയമം. മതാചാരപ്രകാരം വിവാഹം നടത്തണമെങ്കിൽ 2 പേരും ഒരേ മതത്തിലുള്ളവരായിരിക്കണം എന്ന നിയമം ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും മാത്രമുള്ളതല്ല. വനാന്തരങ്ങളിൽ ജീവിക്കുന്ന ഗോത്രവർഗ്ഗക്കാരടക്കം ലോകത്തുള്ള മുഴുവൻ മതങ്ങളും പിന്തുടരുന്നതാണ് ഈ നിയമം. അവർ സേവിക്കുന്ന മൂർത്തികളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല വിജാതീയർ ഈ നിയമം നിർമ്മിച്ചത്. മറിച്ച് വിജാതീയരെ നയിക്കാൻ സമുദായ സ്നേഹികളായ ആചാര്യന്മാർ ഉണ്ടായിരുന്നതുകൊണ്ട് അവർ തങ്ങളുടെ സമുദായത്തിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയാകാത്ത നിയമങ്ങൾ നിർമ്മിച്ചു. മനുഷ്യൻ നിർമ്മിച്ച നിയമത്തിൽ പോലും അവർ ഭേദഗതി വരുത്തുന്നില്ല. ഇവിടെയാണ് ക്രൈസ്തവ ആചാര്യന്മാരുടെ കാപട്യവും പൈശാചികതയും നാം തിരിച്ചറിയേണ്ടത്. ക്രിസ്ത്യാനിക്ക് വേണ്ടി നിയമം നൽകിയത് മനുഷ്യനല്ല, ദൈവമാണ്. സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ട നിയമങ്ങളുള്ള ഏക സമൂഹമാണ് ക്രൈസ്തവർ. യഹൂദർ പിന്തുടരുന്നത് സ്വർഗത്തിൽ നിന്നുള്ള നിയമങ്ങളായിരുന്നുവെങ്കിലും ക്രിസ്തുവിനെ അവർ സ്വീകരിക്കാത്തതുകൊണ്ട് ആ നിയമങ്ങൾ അപൂർണമാണ്. എന്തെന്നാൽ ക്രിസ്തുവിലാണ് നിയമത്തിൻ്റെ പൂർത്തീകരണം. ഇസ്രായേലിന് നിയമം നൽകിയപ്പോൾ മോശ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. മോശയെപ്പോലെ ഒരു പ്രവാചകൻ അയക്കപ്പെടുകയും ആ പ്രവാചകനാൽ നിയമങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുമെന്നാണ് ഇസ്രായേലിന് നൽകപ്പെട്ട മുന്നറിയിപ്പ്. ആയതിനാൽ യേശുവായിലൂടെ സ്ഥിരീകരിക്കപ്പെടുകയും പൂർത്തീകരിക്കപ്പെടുകയും ചെയ്ത നിയമങ്ങളെ പിന്തുടരുന്നവരാണ് യഥാർത്ഥ ഇസ്രായേൽ. യേശുവായുടെ പ്രഖ്യാപനങ്ങളെ അപ്പാടെ ഏറ്റെടുക്കുക എന്നതാണ് ഇസ്രായേലിൻ്റെ ഉത്തരവാദിത്തം. സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ട നിയമങ്ങളിൽ കൈകടത്താൻ സ്വർഗത്തിൽ നിന്ന് വന്നവന് മാത്രമേ അധികാരമുള്ളൂ. ആയതിനാൽ സ്വർഗത്തിൽ നിന്ന് വന്ന യേശുവ സ്ഥിരീകരിച്ച നിയമങ്ങളെ തൊടാൻ മനുഷ്യർക്കോ ദൈവദൂതന്മാർക്കോ പോലുമോ അധികാരമില്ല. അതായത് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാൻ ക്രിസ്തു ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. മറിച്ച് അവിടുന്ന് കൽപ്പിച്ചവ അനുസരിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നതാണ് സഭയെ ഫലമേൽപ്പിച്ച ദൗത്യം. കുറച്ച് വ്യക്തമായി പറഞ്ഞാൽ കത്തോലിക്ക സഭ നിയമനിർമ്മാണ സഭയല്ല, നിയമനിർവഹണ സഭയാണ്. ആയതിനാൽ കത്തോലിക്ക സഭയിൽ കടന്നുകൂടിയ ആചാര്യ സമൂഹം നിർമ്മിക്കുന്ന ഒരു നിയമവും വിശ്വാസികൾക്ക് ബാധകമല്ല. ദൈവദൂഷണപരമായ നിയമങ്ങളും ചട്ടങ്ങളും നിർമ്മിച്ചുകൊണ്ട് സഭയെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു നിഗൂഢ സംഘമാണ് കത്തോലിക്ക സഭയുടെ ബാഹ്യ ഘടകത്തെ നിയന്ത്രിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിനാൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു ആന്തരിക സഭയുണ്ട്. ബാഹ്യസഭയുടെ നിയന്താക്കൾക്ക് ആന്തരിക സഭയുമായി ബന്ധമൊന്നുമില്ല. ക്രിസ്തുവിനെ ഏകരക്ഷകനായി സ്വീകരിച്ചവരും അവിടുത്തെ നിയമങ്ങൾ പാലിക്കുന്നവരുമായ ദൈവമക്കൾ മാത്രമേ ആന്തരിക സഭയിൽ അംഗങ്ങളായുള്ളൂ. അവരുടെ ഏക പരമാധികാരി യേശുവായാണ്. സ്കൂളുകളോ ആശുപത്രികളോ വ്യവസായശാലകളോ ആന്തരിക സഭയ്ക്കില്ല. ആന്തരിക സഭ എന്നത് സ്വർഗീയ യെരുശലേമിന് സമാനമാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും സ്ഥാപിതമാകുകയും ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ പുതിയ യെരുശലേം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ചെയ്യുമ്പോൾ അവിടെ യേശുവ രാജാവായി വാഴും.
അതാണ് സ്വർഗീയ യെരുശലേം. ബൈബിളിൽ അത് ഇപ്രകാരം വായിക്കുന്നു: ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ യെരുശലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു: ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. വെളിപാടിൻ്റെ പുസ്തകം 21 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യേശുവായുടെ ഭരണം സ്ഥാപിതമാകുന്നത് ഈ സ്വർഗീയ യെരുശലേമിലാണ്. അന്നാണ് യേശുവ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുന്നതും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പുതിയ യെരുശലേമിന് സമാനമാണ് ക്രിസ്തുവിൻ്റെ സഭയായ പരിശുദ്ധ കത്തോലിക്ക സഭ. അത് ബാഹ്യമായി നാം കാണുന്ന സഭയല്ല, മറിച്ച് വിശുദ്ധരുടെ സഹപൗരന്മാർ അംഗങ്ങളായിരിക്കുന്ന ആന്തരിക സഭയാണ്. അശുദ്ധർക്ക് ഈ സഭയിൽ പ്രവേശനമില്ല. സ്വർഗീയ യെരുശലേമിൽ പ്രവേശിക്കുന്നവർക്ക് മാത്രമേ കത്തോലിക്ക സഭയ്ക്കുള്ളിലെ ആന്തരിക സഭയിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ വെളിപ്പെടുത്തൽ ശ്രദ്ധിക്കുക. കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗടില്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല. വെളിപാടിൻ്റെ പുസ്തകം 21 27 വാക്യം. സ്വവർഗഭോഗികൾക്കോ വിഗ്രഹാരാധകർക്കോ നിയമ നിഷേധികൾക്കോ കത്തോലിക്ക സഭയിൽ സ്ഥാനമില്ലെന്നറിയാൻ സ്വർഗീയ യെരുശലേം എന്താണെന്ന് പരിശോധിച്ചാൽ മതി. അതായത് വചനവിരുദ്ധമായ പുതിയ നിയമങ്ങളും ചട്ടങ്ങളും ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരുവനും സഭയുടെ ഭാഗമല്ല. ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൽ അവിടുത്തെ രാജ്യത്ത് പ്രവേശനം ലഭിക്കുന്നത് ആർക്കെല്ലാം എന്ന് നോക്കുക. ജീവൻ്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധകരും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത്. വെളിപാടിൻ്റെ പുസ്തകം 22 14-15 വാക്യങ്ങൾ. ജീവൻ്റെ വൃക്ഷം യേശുവായാണ്. നഗരത്തിലേക്ക് പ്രവേശിക്കാൻ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നത് എങ്ങനെയാണെന്ന് കേപ്പ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പ്രഖ്യാപനം ശ്രദ്ധിക്കുക: നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുവ മിശിഹായുടെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2 വാക്യം. ക്രിസ്തുവിൻ്റെ രാജ്യത്ത് സ്വീകാര്യരാകുവാൻ ഇതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ക്രിസ്തുവിൻ്റെ സഭയിൽ അംഗങ്ങളാകുക എന്നത് അവിടുത്തെ രാജ്യത്ത് പൗരത്വം ലഭിക്കുന്നതിൻ്റെ മുന്നോടിയാണ്. കേപ്പായും പൗലോസും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പസ്തോല പ്രമുഖനായ കേപ്പായുടെ വാക്കുകൾ ശ്രദ്ധിക്കുക: എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. കേപ്പായുടെ 1 ലേഖനം 2 9 വാക്യം. പൗലോസ് പ്രഖ്യാപിച്ചതുകൂടി ശ്രദ്ധിക്കുക: ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരന്മാരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. എഫേസോസ് 2:19. മറ്റൊരു പ്രഖ്യാപനം നോക്കുക: സിയോൻ മലയിലേക്കും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരുശലേമിലേക്കും അസംഖ്യം ദൂതന്മാരുടെ സമൂഹത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഹെബ്രായർ ലേഖനം 12 22 വാക്യം. ഈ ഉന്നതമായ പദവിയുടെ മാഹാത്മ്യത്തെക്കുറിച്ചുള്ള വിവരണം തുടരുകയാണ്. സ്വർഗത്തിൽ പേരെഴുതപ്പെട്ട ആദ്യ ജാതരുടെ സമൂഹത്തിലേക്കും സഭയിലേക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപൻ്റെ മുമ്പിലേക്കും പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുത്തേക്കും പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവായുടെ സവിധത്തിലേക്കും ആബേലിൻ്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായവ വാഗ്ദാനം ചെയ്യുന്ന തളിക്കപ്പെട്ട രക്തത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഹെബ്രായരുടെ ലേഖനം 12 23-24 വാക്യങ്ങൾ. സഭയുടെ പരിശുദ്ധിയാണ് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടത്. കത്തോലിക്ക സഭയിൽ അംഗമാകണമെങ്കിൽ ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ട യോഗ്യതകളെല്ലാം ഉണ്ടായിരിക്കണം. യേശുവായിലൂടെ നാം പ്രാപിച്ചിരിക്കുന്നത് ആ യോഗ്യതകളാണ്.
വിശ്വാസത്യാഗത്തിലൂടെ ഒരുവൻ നഷ്ടപ്പെടുത്തുന്നത് എത്ര മഹനീയമായ പദവിയാണെന്ന് ഓരോരുത്തരും ചിന്തിക്കുക. ഈ ചിന്തയുണർത്താൻ ക്രിസ്ത്യാനികൾക്ക് നേതാക്കന്മാരില്ല എന്നത് മാത്രമല്ല, വിജാതീയതയ്ക്കും മ്ലേച്ഛ വിഗ്രഹങ്ങൾക്ക് പോലും മഹത്വം ചാർത്തി കൊടുക്കാനാണ് അഭിനവ നേതാക്കന്മാർ അവതാരമെടുത്തിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സഭയിൽ അംഗമായിരിക്കുക എന്ന മഹനീയമായ അവകാശത്തെ പുല്ലുപോലെ ഉപേക്ഷിക്കുന്നവരാണ് മിശ്രവിവാഹിതർ. പ്രണയങ്ങളോ ആണല്ലോ മിശ്രവിവാഹങ്ങളിൽ ഒടുങ്ങുന്നത്. മിശ്രവിവാഹിതരാകുന്ന ഇണകളിൽ ക്രൈസ്തവ നാമധാരികൾക്ക് മാത്രമാണ് നിസ്സാരമായി തങ്ങളുടെ വിശ്വാസം ഉപേക്ഷിക്കാൻ സാധിക്കുന്നതെങ്കിൽ, മിശ്രവിവാഹം എന്ന ആശയത്തിന് പിന്നിൽ പൈശാചികമായ ഒരു അജണ്ടയുണ്ടെന്ന് നാം തിരിച്ചറിയണം. ആ അജണ്ടയുടെ ഭാഗമാണ് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയുള്ള മതബോധന നിർമ്മാണം. വികലവും ദൈവവചന വിരുദ്ധവുമായ മതബോധനത്തിലൂടെ വിശ്വാസ സ്ഥിരതയില്ലാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. യാതൊരു സങ്കോചവുമില്ലാതെ ഒരുവൻ സ്വന്തം വിശ്വാസത്തെ ത്യജിക്കണമെങ്കിൽ അവൻ്റെ വിശ്വാസത്തിന് അവൻ കൽപ്പിച്ചിരിക്കുന്ന വില അത്രത്തോളം ചെറുതായിരിക്കണം. പ്രണയ പങ്കാളിക്ക് വേണ്ടി സത്യദൈവത്തെ ഉപേക്ഷിക്കാൻ മടിയില്ലാത്തവരായി ക്രൈസ്തവരുടെ തലമുറയെ വാർത്തെടുത്തത് ഏത് മതബോധനമായാലും അത് പിശാചിന് വേണ്ടി നരകസന്തതികൾ ഒരുക്കിയ കെണിയാണ്. വ്യർത്ഥതയിൽ ജീവിക്കുന്ന വിജാതിയർ പോലും പ്രണയ പങ്കാളിക്ക് വേണ്ടി തങ്ങളുടെ മതം ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തപ്പോഴാണ് ക്രൈസ്തവ നാമധാരികൾ തങ്ങളുടെ വിശ്വാസത്തെ നശ്വരമായ സന്തോഷത്തിന് വേണ്ടി ഉപേക്ഷിക്കുന്നത്. വിജാതീയതയുടെ വ്യർത്ഥതയും ക്രിസ്തീയതയുടെ ഏകസത്യവും പഠിപ്പിക്കാൻ കത്തോലിക്ക സഭയിൽ ആരുമില്ലാത്തതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. വിജാതീയത വ്യർത്ഥമാണെന്നും ക്രിസ്തീയത മാത്രമാണ് സത്യമെന്നും ഉറപ്പുള്ളവർക്കല്ലേ അത് പഠിപ്പിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള ആചാര്യന്മാർ കത്തോലിക്ക സഭയിൽ ഇന്നില്ല. ക്രിസ്തുവിൻ്റെ സഭയുടെ ഔദ്യോഗിക പ്രബോധനം നോക്കുക. യേശുവായിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു, നിങ്ങൾ ഇനിയൊരിക്കലും വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ ജീവിക്കരുത്. ഹൃദയകാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. എഫേസോസ് ലേഖനം 4:17-18 വാക്യങ്ങൾ. നിത്യജീവനിൽ നിന്നും അകറ്റപ്പെട്ട അവസ്ഥയാണ് വിജാതീയത. ക്രിസ്തുമതം ഉപേക്ഷിക്കുന്ന ഏതൊരുവനും നിത്യജീവനിൽ നിന്നും വിച്ഛേദിക്കപ്പെടുന്നു. വിജാതീയരുമായി വിവാഹ ബന്ധത്തിലേർപ്പെടുന്നവരുടെ അവസ്ഥയും ഇതുതന്നെയാണ്. ഈ സത്യം സഭയിൽ പ്രഘോഷിക്കാൻ ആർജവമില്ലാത്തവർക്ക് സഭാവസ്ത്രം ധരിക്കാനോ ആചാര്യ പദവി വഹിക്കാനോ ഉള്ള യോഗ്യതയില്ല. എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ യാഹ്വേ ഇപ്രകാരം അരുളി ചെയ്യുന്നു, പുരോഹിതൻ അധരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം, ജനം പ്രബോധനം തേടി അവനെ സമീപിക്കണം. അവൻ സൈന്യങ്ങളുടെ യാഹ്വേയുടെ ദൂതനാണ്. എന്നാൽ നിങ്ങൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു. നിങ്ങളുടെ ഉപദേശം അനേകരുടെ ഇടർച്ചയ്ക്ക് കാരണമായി. നിങ്ങൾ ലേവിയുടെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു. സൈന്യങ്ങളുടെ യാഹ്വേ അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ മാർഗങ്ങൾ അനുവർത്തിക്കാതെ പ്രബോധനം നൽകുമ്പോൾ എത്രമാത്രം പക്ഷപാതം കാണിച്ചുവോ അത്രമാത്രം ഞാൻ നിങ്ങളെ ജനം മുഴുവൻ്റെ മുമ്പിൽ നിന്ദിതരും നികൃഷ്ടരുമാക്കും. മലാക്കി പ്രവചനം 2:7-9 വരെയുള്ള വാക്യങ്ങൾ. രാജകീയ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഓരോ ക്രിസ്ത്യാനിയും പുരോഹിതരും അതിനാൽ തന്നെ പ്രബോധകരുമാണ്. ജ്ഞാനത്തിൽ നിന്നല്ലാതെ രൂപപ്പെട്ട വിശ്വാസ സമൂഹമായി ക്രൈസ്തവ സമൂഹങ്ങൾ അധപ്പതിച്ചപ്പോൾ അവരുടെ പ്രബോധനങ്ങളും വ്യർത്ഥമായി മാറി. വിശ്വാസത്യാഗങ്ങൾ വർദ്ധിച്ചു വരുന്നതിൻ്റെ പ്രധാന കാരണവും ഇതുതന്നെ. അനേകർ നിത്യജീവനിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയെ നാം നിസ്സാരമായി കാണരുത്. എന്തെന്നാൽ നാം ഓരോരുത്തരും അതിന് ദൈവസമക്ഷം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. വിജാതീയരുമായുള്ള വിവാഹത്തിലൂടെ ക്രിസ്തീയതയിൽ നിന്നും അതുവഴി നിത്യജീവനിൽ നിന്നും വിച്ഛേദിക്കപ്പെടുമെന്ന് നാം കണ്ടു. എന്നാൽ വിവാഹം കഴിക്കുന്ന വ്യക്തി മാത്രമല്ല, അതിന് സാക്ഷികളാകുന്ന സകലരും വിച്ഛേദിക്കപ്പെടുന്നു എന്നതാണ് മിശ്രവിവാഹത്തിലെ ഏറ്റവും വലിയ ദുരന്തം. ഈ വചനം ശ്രദ്ധിക്കുക. യഹൂദ വിശ്വാസവഞ്ചന കാണിച്ചിരിക്കുന്നു. യെരുശലേമിലും ഇസ്രായേലിലും മ്ലേച്ഛതകൾ നടന്നിരിക്കുന്നു.
യാഹ്വേയ്ക്ക് പ്രിയപ്പെട്ട വിശുദ്ധ മന്ദിരത്തെ യഹൂദ അശുദ്ധമാക്കി. അന്യദേവൻ്റെ പുത്രിയെ വിവാഹം ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നവന് വേണ്ടി സാക്ഷ്യം നിൽക്കുകയോ സൈന്യങ്ങളുടെ യാഹ്വേയ്ക്ക് കാഴ്ചയർപ്പിക്കുകയോ ചെയ്യുന്നവനെ യാക്കോബിൻ്റെ കൂടാരത്തിൽ നിന്നും യാഹ്വേ വിച്ഛേദിക്കട്ടെ. മലാക്കി പ്രവചനം 2-ാം അധ്യായം 11-12 വാക്യങ്ങൾ. പള്ളികളിൽ വെച്ച് മിശ്രവിവാഹങ്ങൾ നടത്തിക്കൊടുക്കുന്ന മെത്രാന്മാരും സഹകാരികളും മാത്രമല്ല, അതിന് സാക്ഷ്യം വഹിക്കുന്ന സകലരും യാക്കോബിൻ്റെ കൂടാരമായ സഭയിൽ നിന്നും വിച്ഛേദിക്കപ്പെടും എന്ന യാഥാർത്ഥ്യം ഭയത്തോടെ നാം തിരിച്ചറിയണം. മിശ്രവിവാഹങ്ങളെ നിസ്സാരമായി കാണുന്ന ക്രിസ്ത്യാനികളുടെ കണ്ണുകളെ ഈ വചനം തുറപ്പിക്കുന്നില്ലെങ്കിൽ കഷ്ടം. വിവാഹം ഒരു ഉടമ്പടിയാണ്. ആധുനിക ഇസ്രായേലിന് മാത്രമല്ല, പുരാതന ഇസ്രായേലിനും ഇത് ഉടമ്പടി തന്നെ. ഉടമ്പടികളിൽ ഏർപ്പെടുമ്പോൾ ഇസ്രായേലിന് ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ദൈവവുമായുള്ള ഉടമ്പടിക്ക് ഭംഗം വരുത്തുന്ന ഉടമ്പടികളിൽ ഇസ്രായേൽ ജനം ഏർപ്പെടാൻ പാടില്ല. മാത്രവുമല്ല, യാഹ്വേ അനുവദിച്ചിട്ടുള്ള ഉടമ്പടികളിൽ മാത്രമേ ദൈവജനം ഒപ്പുവെക്കാൻ പാടുള്ളൂ. ദൈവം അനുവദിച്ചിട്ടുള്ള ഉടമ്പടിയാണ് വിവാഹ ഉടമ്പടി. അത് വിശ്വാസാധിഷ്ഠിതമായിരിക്കണം. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാം എന്നാണ് ദമ്പതിമാർ ഉടമ്പടി ചെയ്യുന്നത്. ക്രിസ്തുവിനെ സാക്ഷിയാക്കി ഏർപ്പെടുന്ന ഉടമ്പടിയിൽ നിന്ന് വിരമിക്കാൻ ദമ്പതിമാരിൽ ആർക്കും സാധിക്കുകയില്ല. അത് അലംഘനീയമായ ഉടമ്പടിയാണ്. എന്നാൽ വിജാതീയരുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടാൻ തൻ്റെ ജനത്തെ ദൈവം അനുവദിച്ചിട്ടില്ല. വിവാഹത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, വിജാതീയരുമായുള്ള എല്ലാ ഉടമ്പടികളും നിയമം മൂലം യാഹ്വേ വിലക്കിയിരിക്കുന്നു. അവിടുത്തെ കൽപ്പന ശ്രദ്ധിക്കുക: നിങ്ങൾ പ്രവേശിക്കുന്ന ദേശത്തെ നിവാസികളുമായി ഒരു ഉടമ്പടിയിലും ഏർപ്പെടരുത്. ഏർപ്പെട്ടാൽ അത് നിങ്ങൾക്ക് ഒരു കെണിയായിത്തീരും. പുറപ്പാടിൻ്റെ പുസ്തകം 34-ാമത്തെ അധ്യായം 12-ാം വാക്യം. വിജാതീയരുമായുള്ള വിവാഹത്തെ കർശനമായി വിലക്കിക്കൊണ്ട് യാഹ്വേ നൽകിയ നിയമം നാം കഴിഞ്ഞതാണ്. ഈ നിയമം ലംഘിച്ചത് മൂലം ഇസ്രായേലിന് വന്നു ഭവിച്ച ദുരന്തവും ഇസ്രായേലിൻ്റെ അനുതാപവും വിവരിക്കുന്നത് എസ്രായുടെ പുസ്തകത്തിലെ 9-ാം അധ്യായത്തിൽ വായിക്കാൻ കഴിയും. താൻ തിരഞ്ഞെടുത്ത തൻ്റെ അവകാശമായ ജനത്തെക്കുറിച്ച് കരുതലുള്ള ദൈവമാണ് നിയമങ്ങൾ നൽകിയത്. തൻ്റെ ജനം എണ്ണത്തിൽ കുറഞ്ഞു പോകരുതെന്നും ഒരുവൻ പോലും നശിച്ചു പോകരുതെന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നു. ക്രിസ്തീയ വിശ്വാസം ഒരുവൻ ത്യജിക്കുമ്പോൾ നിത്യജീവനിൽ നിന്നാണ് അവൻ വിച്ഛേദിക്കപ്പെടുന്നതെന്ന ഭയാനകമായ യാഥാർത്ഥ്യം അവിടുന്ന് നമ്മോട് വെളിപ്പെടുത്തി. എന്നാൽ ഇന്ന് ക്രിസ്തീയതയെ നയിക്കാൻ കടന്നു വന്നിരിക്കുന്ന വ്യാജന്മാർ ചെയ്യുന്നത് എന്താണ്? ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അന്തകരാണ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഇപ്പോൾ നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നത്. വിജാതീയർ ഒരു കാരണവശാലും ക്രിസ്തീയതയിലേക്ക് കടന്നു വന്ന് രക്ഷ പ്രാപിക്കാതിരിക്കേണ്ടതിന് വിജാതീയതയിലും രക്ഷയുണ്ട് എന്ന പച്ചക്കള്ളം ഇവർ പറയുന്നു. എല്ലാം ഒന്നാണ് എന്ന പൈശാചിക ആശയം പ്രചരിപ്പിക്കുന്ന നരകസന്തതികളുടെ നിയന്ത്രണത്തിലാണ് ഇന്ന് കത്തോലിക്ക സഭയുടെ മതബോധനം. വിജാതീയതയ്ക്ക് മാഹാത്മ്യവും പവിത്രതയും കൽപ്പിച്ചു കൊടുക്കുന്ന കൗശലമാണ് ഇവരുടെ മതബോധനത്തിലുള്ളത്. ഇത്തരം ആവാസന്മാരുടെ നിയന്ത്രണത്തിൽ മതബോധനം കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ വിശ്വാസത്യാഗങ്ങളെ അതിശയത്തോടെ വീക്ഷിക്കാൻ മനോവയ്ക്ക് സാധിക്കില്ല. ഒരു സ്വാഭാവിക പ്രതിഭാസമായി മാത്രമേ കാണാൻ സാധിക്കൂ. ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം. എന്തെന്നാൽ വിവാഹത്തിലൂടെയോ മറ്റേതു വിധേനയോ സംഭവിക്കുന്ന വിശ്വാസ ത്യാഗങ്ങളുടെ എല്ലാം ഉത്തരവാദികൾ ഇടയന്മാർ മാത്രമാണ്. ക്രിസ്തീയ വിരുദ്ധമായി ഇവർ തയ്യാറാക്കിയ മതബോധനത്തിൻ്റെ ഇരകളാണ് യാതൊരു സങ്കോചവുമില്ലാതെ വിശ്വാസം ഉപേക്ഷിക്കുന്നത്. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ചിന്തയില്ലാത്തവരും ക്രിസ്തീയതയുടെ മാഹാത്മ്യം ഗ്രഹിക്കാത്തവരുമായ ഒരു ജനതയെ രൂപപ്പെടുത്തിയത് കത്തോലിക്ക സഭയിലെ ആചാര്യന്മാരാണ്. വിജാതീയരെ രക്ഷയിലേക്ക് നയിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നത് മാത്രമല്ല ഇവരുടെ കുറ്റം, മറിച്ച് വിശ്വാസികളെ വിജാതീയതയിലേക്ക് തള്ളിവിടുന്നു എന്നതാണ് ഇവരുടെ ഗുരുതരമായ കുറ്റം. ക്രിസ്തുവിൻ്റെ ആഹ്വാനം ഏറ്റെടുത്ത് അപ്പസ്തോലന്മാർ തങ്ങളുടെ രക്തം നൽകി പടുത്തുയർത്തിയതാണ് അവിടുത്തെ സഭ. എന്നാൽ ഈ സഭയെ ചൂഷണം ചെയ്ത് ഉപജീവനം കഴിക്കുന്ന അഭിനവ ആചാര്യന്മാർക്ക് സഭയുടെ നാശം ഒരു പ്രശ്നമല്ല. എന്തെന്നാൽ സഭയെ പടുത്തുയർത്താനല്ല, തകർക്കാൻ മാത്രമാണ് ഇവർ ഇന്നോളം ശ്രമിച്ചിട്ടുള്ളൂ. കത്തോലിക്ക സഭയുടെ നാശത്തിനായി ഏത് ഹീനമാർഗങ്ങളും സ്വീകരിക്കാൻ ഇവർക്ക് മടിയില്ല എന്നതിൻ്റെ തെളിവാണ് മിശ്ര വിവാഹം എന്ന സാഹസം. ക്രിസ്തീയതയുടെ പ്രാധാന്യം മറച്ചുവെക്കുന്ന മതബോധനം വഴി മിഥ്യാബോധത്തിൽ തളച്ചിടപ്പെട്ട സഭാംഗങ്ങൾക്ക് മിശ്രവിവാഹം എന്ന മരണക്കണി തിരിച്ചറിയാൻ കഴിയുന്നില്ല.
ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കുക. തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. യേശുവ പ്രഖ്യാപിച്ച ഈ സത്യമെല്ലാം ആധുനിക മതബോധനത്തിലൂടെ മറയ്ക്കപ്പെട്ടു. അതിനാൽ തന്നെ പകരം വയ്ക്കാൻ മറ്റൊന്നില്ലാത്ത രക്ഷാമാർഗത്തെ നിസ്സാരമായി ഉപേക്ഷിക്കാൻ ക്രൈസ്തവ നാമധാരികൾക്ക് സാധിക്കുന്നു. അശ്ലീലതയ്ക്ക് അവതാരിക എഴുതുന്നവർ. താത്വിക ആചാര്യന്മാരായി ചമഞ്ഞിറങ്ങിയ ചില സ്വയം സേവകർ ഇന്ന് കത്തോലിക്ക സഭയുടെ വക്താക്കളായി രംഗത്തുണ്ട്. സഭാവസ്ത്രധാരികൾ തങ്ങളുടെ വചനവിരുദ്ധമായ നിലപാടുകളിലോ അധമാചാരങ്ങൾ അനാവരണം ചെയ്യപ്പെട്ട സാഹചര്യത്താലോ പ്രതിരോധത്തിലാകുമ്പോൾ ന്യായീകരണവുമായി ഇറങ്ങുന്നത് ഇക്കൂട്ടരാണ്. ഇവരുടെ ന്യായീകരണങ്ങൾ പലപ്പോഴും ഇവരെ കൂടുതൽ പ്രതിരോധത്തിലാക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന യാഥാർത്ഥ്യം ഇവർക്ക് മാത്രം മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഏതു വ്യഭിചാരങ്ങൾക്കും മറപിടിക്കാൻ ആസ്ഥാന വിദൂഷകരായ നോബൽ പാറയ്ക്കനും ജോഷി മയ്യാറ്റിലുമൊക്കെ രംഗത്തിറങ്ങുന്നു. കത്തോലിക്ക സഭയുടെ പള്ളികളിൽ വെച്ച് നടത്തിക്കൊടുക്കുന്നത് മിശ്രവിവാഹങ്ങളല്ലെന്നാണ് നോബൽ പാറയ്ക്കൽ പറയുന്നത്. തൻ്റെ വിചിത്രവാദത്തെ സാധൂകരിക്കാനായി ചില മണ്ടത്തരങ്ങളും ഇയാൾ ഉയർത്തുന്നുണ്ട്. തന്നെ കേൾക്കുന്നവരെല്ലാം തന്നെപ്പോലെ തന്നെ മടയന്മാരാണെന്ന് പാറയ്ക്കൻ ധരിച്ചു വച്ചിരിക്കുന്നത്. ഇത് ഇയാളുടെ മാത്രം കുഴപ്പമല്ല. അശ്ലീലതയ്ക്ക് മറപിടിക്കാൻ നിയുക്തരായിരിക്കുന്ന എല്ലാ വിദൂഷകരുടെയും പൊതു നിലവാരം ഇതുതന്നെയാണ്. കർണക്കുറ്റിക്ക് അടി കിട്ടാത്തത് തങ്ങളുടെ പോഷത്വത്തിനുള്ള അംഗീകാരമായി ഇവർ കാണുന്നു. പിതാവായ നോഹിൻ്റെ നഗ്നത കാണാനിടയായപ്പോൾ അത് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞ ഹാമിന് പിതൃശാപം ഏൽക്കേണ്ടി വന്ന ചരിത്രം ഭീഷണിയുടെ സ്വരത്തിൽ അവതരിപ്പിക്കാൻ തക്കവിധം ബൈബിൾ സന്ദേശങ്ങളെ തങ്ങളുടെ അശ്ലീലതയ്ക്ക് മറപിടിക്കാനായി വ്യാഖ്യാനിക്കുന്ന മഹാപണ്ഡിതന്മാർ കത്തോലിക്ക സഭയിലുണ്ട്. ഹാമിൻ്റെ സഹോദരന്മാരായ ഷേമും യാഫത്തും തങ്ങളുടെ പിതാവിൻ്റെ നഗ്നത ദർശിക്കാതെ തന്നെ അത് മറച്ചു വെച്ചതുപോലെ കത്തോലിക്ക സഭയുടെ തണലിൽ വളരുന്ന പടുകുരുപ്പുകളുടെ വ്യഭിചാരങ്ങൾക്ക് മറപിടിക്കാൻ ഓരോ വിശ്വാസിക്കും ഉത്തരവാദിത്തമുണ്ടെന്നാണ് ഒരു പണ്ഡിതൻ പറഞ്ഞത്. ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് താൻ പറഞ്ഞത് തൻ്റെ വിവരക്കേടിൻ്റെ കാലത്താണെന്ന് തിരുത്തി പറഞ്ഞ ദാനിയേൽ പൂവണ്ണത്തിൽ തന്നെയാണ് ഈ പണ്ഡിതൻ. അല്ലയോ പൂവണ്ണ, കത്തോലിക്ക സഭയിലെ ഏതെങ്കിലും മെത്രാന്മാർ ഉറങ്ങുമ്പോൾ അവരുടെ തുണി മാറിക്കിടക്കുന്നത് അന്വേഷിക്കാനോ അത് പ്രചരിപ്പിക്കാനോ ഒരു വിശ്വാസിയും വരില്ല. എന്നാൽ വ്യഭിചാരങ്ങൾക്കും ദൈവദൂഷണങ്ങൾക്കും മറപിടിക്കാനായി ദൈവവചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന താങ്കളെപ്പോലെയുള്ളവരെ സഹിക്കാനും വിശ്വാസികളെ ഇനി കിട്ടില്ല. വിശ്വാസികളുടെ വിമർശനങ്ങളെ ഇങ്ങനെ ചെറുതാക്കി കാട്ടി രക്ഷപ്പെടാമെന്ന് ഒരുത്തരും വ്യാമോഹിക്കേണ്ട. കത്തോലിക്ക പണ്ഡിതന്മാരുടെ വചനവ്യാഖ്യാനം കടന്നു പോകുന്ന വഴി കണ്ടില്ലേ? ഇതാണ് കത്തോലിക്ക സഭയിലെ നേതാക്കന്മാരായി ചമഞ്ഞു നടക്കുന്നവരുടെ ഇന്നത്തെ അവസ്ഥ. കത്തോലിക്ക സഭയിലെ അംഗങ്ങളായ പെൺകുട്ടികളെ വിജാതിയർക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ പള്ളികൾ വേദികളാക്കുന്നവരെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണോ? ഈ ആഭാസം ആരുടെ തലയിൽ ഉദിച്ചതാണെങ്കിലും അവർ പിശാചിൻ്റെ സന്തതികളാണ്. വ്യഭിചാരത്തിന് കൂട്ടിക്കൊടുക്കുന്ന സ്ഥാപനങ്ങളായി കത്തോലിക്ക സഭയുടെ പള്ളികളെ മാറ്റിയവരുടെ അജണ്ട തിരിച്ചറിയാൻ വിശ്വാസികൾക്ക് സാധിക്കണം. വിജാതീയരുമായുള്ള വിവാഹത്തെ നിയമം മൂലം നിഷിദ്ധമാക്കിയ ദൈവമാണ് ക്രിസ്ത്യാനികളുടെ ദൈവം. അതിനാൽ തന്നെ ഈ നിയമം അതിലംഘിക്കുന്ന ഒരുവനും കത്തോലിക്ക സഭയുടെ ഭാഗമല്ല. അമ്മയെയും പെങ്ങളെയും വെച്ച് വ്യഭിചാരശാല നടത്തുന്നതിനേക്കാൾ അധപ്പതിച്ചവരാണ് മിശ്ര വിവാഹത്തിന് പള്ളിയിൽ വേദിയൊരുക്കുന്നത്. ഈ പൈശാചികതയെ ന്യായീകരിക്കുന്നവരും അങ്ങനെ തന്നെ. ഇത്തരം വിവാഹങ്ങൾക്ക് സാക്ഷികളാകുന്നവർ പോലും സഭയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്ന ദൈവവചനത്തിൽ ഇതെല്ലാമുണ്ട്. പള്ളികളിൽ വെച്ച് നടത്തപ്പെടുന്ന മിശ്ര വിവാഹങ്ങളിൽ മറ്റൊരു നിയമലംഘനം കൂടി ഉള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം.
ഇത്തരം വിവാഹങ്ങളിൽ ഏർപ്പെടുന്ന ദമ്പതിമാർ ഒരു സമ്മതപത്രം ഒപ്പിട്ട് നൽകുന്നുണ്ട്. ഇവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്തിക്കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നതാണ് ഈ സമ്മതിപത്രം. ന്യായീകരണ തൊഴിലാളികൾ ഉയർത്തിപ്പിടിക്കുന്നതും ഈ സമ്മതിപത്രത്തെയാണ്. സമ്മതിപത്രം എന്നത് ഉടമ്പടിയാണെന്ന് നമുക്കറിയാം. വിജാതീയരുമായി ക്രൈസ്തവർക്ക് ഉടമ്പടി ഉണ്ടാക്കാൻ മെത്രാന്മാരെ ആരാണ് ചുമതലപ്പെടുത്തിയത്? വിജാതീയരുമായി ഒരു തരത്തിലുമുള്ള ഉടമ്പടികളിലും ഏർപ്പെടരുത് എന്ന നിയമത്തെ പുല്ലുപോലെ തള്ളിക്കളയുന്നവരെ നേതാക്കന്മാരായി പരിഗണിക്കുന്നത് പോലും ശാപമാണ്. ദൈവദൂഷണപരമായ ഉടമ്പടികളും നിയമങ്ങളും ഉണ്ടാക്കി ദൈവത്തിൻ്റെ ക്രോധം ക്ഷണിച്ചു വരുത്തുന്ന ശപിക്കപ്പെട്ടവരെ നാം സൂക്ഷിക്കണം. കത്തോലിക്ക സഭയുടെ സാങ്കേതിക നേതൃത്വം ഇന്ന് വിജാതീയതയുടെ കുഴലൂത്തുകാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇവരുടെ മതബോധനത്തിന് കീഴിൽ വിശ്വാസത്യാഗങ്ങൾ വർദ്ധിക്കുന്നതിനെ അതിശയത്തോടെ വീക്ഷിക്കേണ്ട കാര്യമുണ്ടോ? ദൈവദൂഷണപരമായ ആശയങ്ങളാണ് ഇവരുടെ മതബോധനം. ക്രിസ്തീയതയ്ക്ക് മുഴുവൻ അപകീർത്തി ഉണ്ടാക്കുന്ന നികൃഷ്ട മനുഷ്യർ പോലും സഭാധികാരികളുടെ വേഷത്തിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഇവരുടെയെല്ലാം വഴിപിഴച്ച ജീവിതങ്ങളെ വഴിപിഴപ്പിക്കുന്ന ആശയങ്ങളെയും ന്യായീകരിക്കാൻ നോബൽ പാറക്കന്മാരും സഭയിൽ കടന്നുകൂടിയിരിക്കുന്നു. ഇവരെപ്പോലെയുള്ള അജൈവ മാലിന്യങ്ങൾ സഭയിൽ അടിഞ്ഞതുകൊണ്ടാണ് വിശ്വാസത്യാഗങ്ങൾ വർദ്ധിക്കുന്നത്. ശവം ചീഞ്ഞു നാറാൻ തുടങ്ങിയാൽ അത് ഭവനത്തിൽ സൂക്ഷിക്കരുത്. എന്തെന്നാൽ അത് ഭവനത്തെ മുഴുവൻ ദുർഗന്ധപൂരിതമാക്കും. ഒരു പരിമളത്തിനും ആ ദുർഗന്ധം ശമിപ്പിക്കാൻ കഴിയുകയില്ല. ആയതിനാൽ ന്യായീകരണം എന്ന പരിമളം പൂശൽ അവസാനിപ്പിച്ച് ഭവനത്തെ ശുദ്ധീകരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ നിങ്ങളെയും ദുർഗന്ധം ഗ്രസിക്കും. ഉപസംഹാരം: ജനന നിയന്ത്രണം, അവിഹിത സാഹസിക കുടുംബജീവിതം, സ്വവർഗ വിവാഹം, ഷണ്ഡത്വം അടിച്ചേൽപ്പിക്കൽ, വിശ്വാസത്യാഗം എന്നിങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കത്തോലിക്ക സഭയിലെ വിശ്വാസികളുടെ എണ്ണത്തിലുണ്ടാകുന്ന ഗണ്യമായ ഇടിവിനെക്കുറിച്ചാണ് നാം ഇവിടെ ചർച്ച ചെയ്തത്. ഇതിൽ ഷണ്ഡത്വം അടിച്ചേൽപ്പിക്കൽ എന്ന അവസ്ഥ കത്തോലിക്ക സഭയിൽ മാത്രം കണ്ടുവരുന്ന ഒന്നാണ്. മറ്റൊരു സമൂഹത്തിലും ഷണ്ഡത്വം അടിച്ചേൽപ്പിക്കപ്പെടുന്നില്ല. ജനന നിയന്ത്രണം, അവിവാഹിത സാഹസിക കുടുംബജീവിതം, സ്വവർഗ വിവാഹം, വിശ്വാസത്യാഗം എന്നീ 4 ഘടകങ്ങൾ എല്ലാ സമൂഹങ്ങളിലും ഉണ്ടെങ്കിലും അത് ഏറ്റവും ഗുരുതരമായി ഗ്രസിച്ചിരിക്കുന്നത് കത്തോലിക്ക സഭയെയാണ്. ഈ ലേഖനത്തിലൂടെ നാം മനസ്സിലാക്കാൻ ശ്രമിച്ചതും അതുതന്നെ. ലോകത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന നേതാക്കന്മാരുടെ പ്രബോധനങ്ങളാണ് സഭയെ ഈ ഗുരുതരമായ അവസ്ഥയിൽ ചെന്നെത്തിച്ചത്. കുത്തഴിഞ്ഞ ജീവിതശൈലികൾക്ക് പോലും നിയമപരിരക്ഷയും സാമൂഹിക അന്തസ്സും കൽപ്പിച്ചു നൽകുന്നത് ലോകത്തിൻ്റെ ആത്മാവാണ്. ഈ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ കത്തോലിക്ക സഭയുടെ നിയന്ത്രണം ഏറ്റെടുത്തപ്പോൾ ദൈവിക നിയമങ്ങൾക്ക് പകരം ലോകത്തിൻ്റെ നിയമങ്ങൾ സഭയുടെ നിയമങ്ങളായി. രക്ഷ പ്രാപിക്കാനുള്ള ഏക മാർഗത്തെക്കുറിച്ചല്ല അഭിനവ ആചാര്യന്മാർ പഠിപ്പിക്കുന്നത്. രക്ഷയ്ക്കായുള്ള പല മാർഗങ്ങളിൽ ഒന്നു മാത്രമായി ക്രിസ്തീയതയെ ഇവർ അവതരിപ്പിക്കുന്നു. വിശ്വാസത്യാഗങ്ങളുടെ അടിസ്ഥാന കാരണം ഇതാണ്. അതെ, കത്തോലിക്ക സഭ നേരിടുന്ന യഥാർത്ഥ പ്രശ്നം ദൈവിക നിയമങ്ങളിൽ നിന്നുള്ള വ്യതിചലനമാണ്. എന്നാൽ ഈ അന്ത്യകാലത്ത് ഇവരിൽ നിന്ന് സഭയെ ദൈവം വിടുവിക്കും. ക്രിസ്തുവിനാൽ സ്ഥിരീകരിക്കപ്പെട്ട മോശയുടെ നിയമങ്ങളിലേക്ക് ഇസ്രായേലിനെ അവിടുന്ന് നയിക്കും. ഈ പ്രവചനം ശ്രദ്ധിക്കുക. സൈന്യങ്ങളുടെ യാഹ്വേ അരുളി ചെയ്യുന്നു, ചൂള പോലെ കത്തുന്ന ദിനം ഇതാ വരുന്നു. അന്ന് അഹങ്കാരികളും ദുഷ്ടന്മാരും വൈക്കോൽ പോലെയാകും. ആ ദിനം അവരെ വേരും ശാഖയും അവശേഷിക്കാത്ത വിധം ദഹിപ്പിച്ചു കളയും. എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും. അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടിയെ എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും. സൈന്യങ്ങളുടെ യാഹ്വേ അരുളി ചെയ്യുന്നു, ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം ദുഷ്ടരെ നിങ്ങൾ ചവിട്ടിത്താഴ്ത്തും. അവർ നിങ്ങളുടെ കാൽ കീഴിൽ ചാരം പോലെയായിരിക്കും. എൻ്റെ ദാസനായ മോശയുടെ നിയമങ്ങൾ എല്ലാ ഇസ്രായേൽക്കാർക്കും വേണ്ടി ഹോറബിൽ വെച്ച് ഞാൻ അവന് നൽകിയ കൽപ്പനകളും ചട്ടങ്ങളും അനുസ്മരിക്കുവിൻ. യാഹ്വയുടെ മഹത്വം ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുൻപ് പ്രവാചകനായ ഏലിയാഹിനെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും. മലാക്കി പ്രവചനം 4-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ.
ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെടുന്നവർക്കായി യേശുവായുടെ നാമം പുനഃസ്ഥാപിക്കപ്പെടുമെന്നതും തിരഞ്ഞെടുക്കപ്പെട്ടവർ ആ നാമത്തിലേക്കും മോശയുടെ നിയമങ്ങളിലേക്കും തിരിയുമെന്നതും മാറ്റമില്ലാത്ത പ്രവചനമാണ്. ആ ദിനം അടുത്തെത്തിക്കഴിഞ്ഞു. ഈ ലേഖനം ഇവിടെ ഉപസംഹരിക്കുമ്പോൾ അനുബന്ധമായി ചില ലേഖനങ്ങളുടെ ലിങ്കുകൾ കൂടി ചുവടെ ചേർക്കുന്നുണ്ട്. ഈ ലേഖനത്തിൽ ഉയർത്തപ്പെട്ടതും എന്നാൽ വിശദാംശങ്ങളിലേക്ക് പോകാത്തതുമായ ചില വിഷയങ്ങളെ മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയാണ് ആ ലിങ്കുകൾ ഇവിടെ നൽകുന്നത്. എന്നും ജീവിക്കുന്നവനും വീണ്ടും വരാനിരിക്കുന്നവനുമായ യേശുവായുടെ അതിവിശുദ്ധ നാമത്തിൽ എല്ലാവർക്കും അഭിവാദനങ്ങൾ.